ഹലോ മച്ചമാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. മച്ചമാരെ, ഇന്ന് നിങ്ങളെ ഞാൻ ചിരിപ്പിച്ചുകൊണ്ട് കരയിപ്പിക്കട്ടെ. 100% ഞാൻ ഉറപ്പിച്ചു പറയാണ്, കഥയുടെ അവസാനം നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു കാര്യം സംഭവിക്കും. തുടക്കത്തിൽ നിങ്ങൾ ചിരിച്ചിട്ടുണ്ടെങ്കിൽ അവസാനം നിങ്ങൾ കരഞ്ഞിരിക്കും. അമ്മാതിരി ഒരു അടിപൊളി ഫീൽ ഗുഡ് മൂവി. ഒരു കാട്ടവരാതിയായിട്ടുള്ള മകൻ, അവനെ പൊന്നുപോലെ ജീവന തുല്യം സ്നേഹിക്കുന്ന ഒരച്ഛൻ, ഇവരുടെ ഇടയിലേക്ക് ഒരു പ്രേതം വരികയാണ്. പ്രേതം വന്നതിന് ശേഷം ഇവരുടെ ലൈഫ് ആകെ മാറി മറിയാണ് കേട്ടോ. തുടക്കത്തിൽ കുറെ ചിരിച്ചു, എന്നാൽ അവസാനത്തിൽ എല്ലാവരും കരഞ്ഞു. ഒട്ടും പ്രതീക്ഷിക്കാത്ത പല സംഭവങ്ങളും നടന്നു. ഓക്കെ, അപ്പോൾ ഉറപ്പായിട്ടും ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കഥ കേട്ട് കഴിഞ്ഞാൽ കമന്റ് ബോക്സിൽ പറയണം കേട്ടോ. ശരി, അപ്പൊ ഞാൻ കഥ പറഞ്ഞു തുടങ്ങുകയാണ്. അതിനു മുന്നേ വയനാട്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളി ഒരു ക്യാമ്പിംഗ് സൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് പേർക്ക് ഗ്രൂപ്പായിട്ടൊക്കെ ഇവിടെ വരാം. 10-50 പേർക്കൊക്കെ ഗ്രൂപ്പായിട്ട് വന്ന് ഇവിടെ നിൽക്കാൻ പറ്റും. ക്യാമ്പ് ഫയറും ട്രക്കിങ്ങും അതുപോലെ തന്നെ ഒരു നൈറ്റ് എൻജോയ്മെന്റും DJ പാർട്ടിയും എല്ലാം ആയിട്ട് ഈ മലയുടെ മുകളിൽ നിന്ന് നമുക്ക് അടിച്ചു പൊളിക്കാം. ഓക്കെ, അപ്പൊ താല്പര്യമുള്ളവര് എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഞാനും ഇവിടെ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പൊ കഥ ആരംഭിക്കുകയാണ്. സിനിമയുടെ ആരംഭത്തിൽ ഒരു ശവപ്പറമ്പാണ് കാണിക്കുന്നത്. അവിടെ ഒറ്റയ്ക്ക് നിന്ന് പണിയെടുക്കുന്ന ഒരു കുറച്ച് പ്രായമായിട്ടുള്ള വൃദ്ധനെ കണ്ടോ. ഈ മനുഷ്യനാണ് നമ്മുടെ കഥാനായകനായിട്ടുള്ള ഓണ്ടുവിന്റെ അച്ഛൻ. അതുകൊണ്ട് നമുക്ക് അച്ഛൻ എന്ന് തന്നെ ഈ ഒരു കഥാപാത്രത്തെ വിളിക്കാം. അങ്ങനെ ഈ മനുഷ്യൻ ഇപ്പോൾ ഒറ്റയ്ക്ക് നിന്ന് അവിടെ നിന്ന് പണിയെടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. ആ ശവപ്പറമ്പിൽ പുതുതായിട്ട് ഒരു കുഴി എടുത്തോണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഇയാൾക്കൊരു കോള് വരുന്നത്. അപ്പൊ തന്നെ ഇയാൾ വീട്ടിലേക്ക് പോകുന്നുണ്ട്. കാര്യം എന്താണെന്നറിയോ, മകനായിട്ടുള്ള ഓണ്ടു ആള് യുവാവായിട്ടുണ്ട്, ചെറുക്കനെ പിടിച്ച് കെട്ടിക്കണ്ടേ. അപ്പൊ അതിനൊരാളെ ഏൽപ്പിച്ചായിരുന്നു. സോ ആ പെണ്ണിന്റെ അച്ഛനാണിപ്പോ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. അങ്ങനെ അച്ഛൻ വേഗം ഓടിപ്പോയിട്ട് അയാളോട് സംസാരിക്കുകയാണ് കേട്ടോ. എന്റെ മകന് യാതൊരു ദുശീലുമില്ല, നേരത്തെ എഴുന്നേറ്റ് പണിക്ക് പോകും, അതുപോലെ കിട്ടുന്ന കാശ് മുഴുവൻ എടുത്തു വെക്കും. എന്റെ ചെറുക്കനായോണ്ട് പറയല്ല കേട്ടോ, നല്ല സമ്പാദ്യശീലാണ്. പിന്നെ നയാ പൈസ വെറുതെ ചെലവാക്കില്ല, കള്ളുകൂടിയില്ല, സിഗരറ്റ് വലിയില്ല, വേറെ ഒരു പരിപാടിയില്ല. പിന്നെ എന്റെ മകനായോണ്ട് വീണ്ടും ഞാൻ പറയല്ല കേട്ടോ, ഇതുപോലൊരു നല്ല ചെറുക്കൻ ഈ ഏരിയയിലില്ല. ഇമാതിരി കാട്ടവരാതം പിടിച്ച ആ ചെറുക്കനെ കുറിച്ചാണ് അച്ഛൻ ഇത്രയും നല്ല കാര്യങ്ങൾ പറയുന്നത്. അടുത്ത സീനിൽ തന്നെ കാണിക്കുന്നത് ഓണ്ടുവനെയാണ്. നേരം വെളുത്ത് എഴുന്നേറ്റ ഒരു പണിക്കും പോയില്ല. മെയിൻ പരിപാടി എന്നെ ചൂതാട്ടാണ്. ഇപ്പൊ തന്നെ അവിടെ കോഴിപ്പോര് കിടക്കുന്നുണ്ട്. അവിടെ വെച്ച് ബെറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ നേരത്ത് അച്ഛനുണ്ടല്ലോ പെണ്ണിന്റെ അച്ഛനോട് പറയണ്, എന്റെ മോനായോണ്ട് വീണ്ടും പറയല്ല കേട്ടോ, ഒരു കടോ ഒന്നുമില്ലാത്ത ചെറുക്കനാ, ഒരു ബാധ്യതയില്ല. ഇതേ സമയത്ത് തന്നെ ഓണ്ടു അവിടെ ബെറ്റ് വെച്ചായിരുന്നല്ലോ ആ കോഴിപ്പേരില്. അവൻ ബെറ്റ് വെച്ച ആ ഒരു കോഴി അവിടെ ചത്തു മലക്കിയാണ്. സോ കയ്യിലെ കാശ് പോയി, കൊടുക്കാനാണെങ്കിൽ കാശുമില്ല. ഇതവന്റെ സ്ഥിരം പരിപാടിയാണ്. ബെറ്റ് വെക്കും, തോറ്റാൽ കൊടുക്കാൻ കാശുണ്ടാവില്ല. അതിന്റെ പേരിൽ ഇവൻ വലിയ കടക്കാരനായിട്ടുണ്ട്. ആർക്ക്? അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു ലോക്കൽ കൊണ്ടുണ്ട്. ആള് തൽക്കാലം നമുക്ക് ബാബുജി എന്ന് വിളിക്കാം. അപ്പൊ ബാബുജിയും പിള്ളേരും കൂടെ ഇപ്പൊ നമ്മുടെ ഓണ്ടുവിനെ ഇട്ട് ഓടിപ്പിക്കുകയാണ്. ഓണ്ടു തിരിഞ്ഞു നോക്കാതെ ഓടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അന്നേരം തന്നെ നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്. ഇതിപ്പോ എവിടെയാ പോയിട്ട് വിളിക്കുക, ഒരു രക്ഷയില്ല. ബാബുജിയും പിള്ളേരാണെങ്കിൽ പിന്നാലെ വന്നോണ്ടിരിക്കുക. കൈ കിട്ടിയ നല്ല ഇഞ്ച കുത്തുകുത്തുവന്മാര്. അങ്ങനെ അവസാനം ഓണ്ടു വന്നിരിക്കുന്നത് അവന്റെ അച്ഛൻ പണിയെടുക്കുന്ന ആ ഒരു ശവപ്പറമ്പിലാണ്. അച്ഛൻ നേരത്തെ തന്നെ ഒരു കുഴി തോണ്ടി വെച്ചായിരുന്നല്ലോ. ഇപ്പൊ മഴ പെയ്തപ്പോ അതിൽ വന്നൊരു ചെളിവെള്ളം നിറഞ്ഞു. ഇപ്പൊ ഓണ്ടു ഒന്നും നോക്കിയില്ല, ശിവനെ കാത്തോണേന്ന് പറഞ്ഞിട്ട് അതിന്റെ ഉള്ളിലേക്ക് ചാടി ഇറങ്ങുകയാണ്. ഇതേ നേരം തന്നെ ബാബുജിയുടെ ആൾക്കാർ അങ്ങോട്ടേക്ക് വന്നു. ഇപ്പൊ അയാളോട് ബാക്കിയുള്ള ആൾക്കാർ ചോദിക്കുന്നുണ്ട്, അണ്ണാ ആ ചെറുക്കൻ എവിടെ പോയി, കാണുന്നില്ലല്ലോ. ഇവരങ്ങനെ ചുറ്റും നോക്കുന്നുണ്ട്. ബാബുജി അയാളുടെ ആ ഒരു മൊട്ടത്തലയിലൊക്കെ ഇങ്ങനെ കൊട്ടി നോക്കുകയാണ് കേട്ടോ. പക്ഷെ എവിടെയും കാണുന്നില്ല. ഈ സമയത്ത് കൂടെ ഉണ്ടായിരുന്ന ഒരുത്തൻ പറയാണ്, അണ്ണാ നമുക്ക് ഈ കുഴിയിലൊന്ന് നോക്കിയാലോ, ഇതിൽ ചിലപ്പോൾ അവൻ വിളിച്ചിരിക്കുന്നുണ്ടെങ്കിലോ. അപ്പൊ തന്നെ ബുദ്ധിമാനായ നമ്മുടെ ബാബുജി പറയണ്, പോടാ വണ്ട അവിടുന്ന്, ആരെങ്കിലും ഇമ്മാതിരി ചളിവെള്ളത്തിൽ ഒളിക്കോ, ഒന്ന് വാടാ, നമുക്ക് പിന്നെ അവനെ പൊക്കാന്ന് പറഞ്ഞിട്ട് ഇവരവിടെ നിന്ന് പോവാണ്. ഇവര് പോയി കഴിഞ്ഞ് ഉടനെ തന്നെ വെള്ളത്തിന്റെ ഉള്ളിൽ നിന്നും എങ്ങനെയൊക്കെയോ നമ്മുടെ ഓണ്ട് പുറത്തേക്ക് വരിക. രക്ഷപ്പെട്ടു എന്ന് കരുതിയിട്ട് നേരെ വീട്ടിലേക്ക് പോകാൻ നേരത്ത് തൊട്ട് മുന്നിൽ ഒരു ഇടിമിന്നലങ്ങ് വന്ന് വീഴുകയാണ്. ചെറുതായിട്ട് അവന്റെ മേത്ത് തട്ടുകയും ചെയ്തു കേട്ടോ. പക്ഷെ അവന് യാതൊരു കുഴപ്പമുണ്ടായില്ല. പക്ഷെ കണ്ണു തുറന്ന് നോക്കിയ സമയത്ത് തൊട്ടടുത്ത് തന്നെ ഒരു പെണ്ണിനെ കാണുന്നുണ്ട്. ഇതേത് ഈ ശവപ്പറമ്പിൽ ഒരു പെണ്ണ്. എന്തായാലും ആ പെണ്ണിനെ മൈൻഡാക്കാതെ അവൻ ഓടുകയാണ് വീട്ടിലേക്ക് പോ. അങ്ങനെ രാത്രിയായി. നമ്മുടെ ഓണ്ടുവിന്റെ അച്ഛനാണെങ്കിൽ ഇപ്പോഴും തള്ളി മറിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ മകനായതുകൊണ്ട് പറയല്ലാട്ടാ, അവനെ നിന്റെ മകൾക്ക് കെട്ടിച്ചു കൊടുത്താല് അവളുടെ ലൈഫ് പിന്നീട് സുരക്ഷിതമായിരിക്കും, പിന്നെ ഒന്നും കൊണ്ടും പേടിക്കേണ്ട കേട്ടാ. ഈ നേരത്താണ് പന്നിക്ക് വെടികൊണ്ടുപോലെ നമ്മുടെ ഓണ്ടു പാഞ്ഞോടി വരുന്നത്. നേരെ വീട്ടിൽ കയറി കഥ കിടക്കുന്നുണ്ട്. ഇതേ നേരം അവന്റെ പിന്നാലെ ബാബുജിയും പിള്ളേരും വരുന്നുണ്ട്. ഇവൻ വന്നപാട് ആ പെണ്ണിന്റെ അച്ഛനോട് ചോദിക്കുകയാണ്, നിങ്ങളല്ല ആ ഓണ്ടുവിന്റെ അച്ഛൻ, മര്യാദക്ക് അവനെ വിളിക്ക്, പുറത്തേക്ക് ഇറങ്ങാൻ പറ, പുറത്തേക്ക് ഇറങ്ങാൻ പറ. ഇപ്പൊ ശരിക്കും ഓണ്ടുവിന്റെ അച്ഛൻ ചോദിക്കണം, അല്ല എന്താ പ്രശ്നം, ഞാനാണ് ഓണ്ടുവിന്റെ അച്ഛൻ. ആ നിങ്ങളാണല്ലേ ആ കാട്ടവരാതിയുടെ അച്ഛൻ, അവനിങ്ങോട്ടേക്ക് വിളിക്ക്, എത്ര രൂപയാ തരാനുള്ളതെന്നറിയോ, കയ്യിൽ 10 പൈസ ഇല്ലാതെ ഞങ്ങളുടെ ഏരിയയിൽ വന്നിട്ട് ബെറ്റും വെച്ച് ഇപ്പൊ എത്രയാ കടന്നറിയോ, 3 ലക്ഷം. എടുക്ക്, കാശ് എടുക്ക്, എന്നെ അറിയാലോ. ആ ബാബുജി ഈ ഏരിയയിലെ കിങ് ആണ്, കിങ്. ഈ കാര്യം കണ്ട സമയത്ത് തന്നെ പെണ്ണിന്റെ അച്ഛന് മനസ്സിലായി സംഭവം ഉടായിപ്പാന്ന്. അപ്പൊ നൈസായിട്ട് ഇവരുടെ ഇടയിലൂടെ കുനിഞ്ഞ് അങ്ങനെ പോവാണ്. അപ്പൊ ഓണ്ടുവിന്റെ അച്ഛൻ വിളിക്കുന്നുണ്ട്, നിങ്ങൾ എങ്ങോട്ടേക്ക് പോകുന്നേ? അത് പിന്നെ ഇപ്പൊ വരാട്ടാ, 9 മണിയായ പീടി അടക്കുവേ, പഞ്ചസാര മേടിക്കണം, പിന്നെ വീട്ടിലേക്ക് പോകണം, സമയം വൈകിയില്ലേ, അപ്പൊ നമുക്ക് പിന്നെ കാണാട്ടാ, അപ്പൊ ഓക്കെ ബൈ. അയാൾ നെഞ്ചിലും കൈവച്ച് അവിടെ ഓടി രക്ഷപ്പെടുകയാണ് കേട്ടോ. കാര്യം രക്ഷപ്പെട്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇതേ നേരം തന്നെ ഇപ്പൊ ഓണ്ടുവിന്റെ അച്ഛനെ തള്ളി മാറ്റി വീട്ടിന്റെ ഉള്ളിലേക്ക് കയറാൻ നോക്കുകയാണ് നമ്മുടെ ബാബുജിയും ടീമും. പക്ഷെ അച്ഛൻ സമ്മതിച്ചില്ല. ഇറങ്ങി പോടാ അവിടുന്ന്, എന്റെ മകൻ അങ്ങനത്തെ ആളൊന്നുമല്ല, അവനാർക്കും കടം കൊടുക്കാനൊന്നും ഇല്ലാന്ന് പറയണേ. ഈ സമയത്ത് ബാബുജി പറയണ്,
നിന്റെ മോൻ ആരാണ്ടവൻ കാട്ടുകള്ളൻ, എന്തായാലും അവനിങ്ങോട്ടേക്ക് ഇറങ്ങി വരാൻ പോകുന്നില്ല, നിനക്കിട്ട് 2 തന്നാ നിന്റെ മോൻ ഇറങ്ങി വരുമല്ലോ എന്നും പറഞ്ഞ് അച്ഛനെ തല്ലാൻ നിൽക്കുമ്പോഴേക്കും ഓണ്ടു ചാടി പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. പിന്നീട് ഒരു ധൈര്യത്തിൽ ബാബുജിയോട് പറയുന്നുണ്ട്, എടാ ഒരാഴ്ചക്കുള്ളിൽ നിന്റെ കാശ് തരാം, വെറുതെ എവിടെ കിടന്ന് അലമ്പുണ്ടാക്കാൻ നിൽക്കല്ലേ. ഇതേ സമയത്തിന് ബാബുജി പറയണ ഒരാഴ്ചയോ അത്രയൊന്നും പറ്റില്ല, 7 ദിവസം, അതിനുള്ളിൽ എന്റെ കാശ് തിരിച്ചു വന്നിരിക്കണം, അല്ലെങ്കിൽ എന്നെ അറിയാലോ ബാബുജിടാ. ഇതും പറഞ്ഞ കയ്യിലുണ്ടായിരുന്ന കത്തി ഒരു മാസിൽ താഴെ കയറിയാണ്. അത് അപ്പൊ തന്നെ പോയിട്ട് ഇയാളുടെ കാലിൽ തന്നെ കുത്തി കയറുകയാണ്. പിന്നെ ഏറുകൊണ്ട പട്ടിയെ പോലെ ഒന്ന് മോങ്ങിയിട്ട് കൂടേണ്ട ആൾക്കാരുടെ ഷോൾഡറിൽ കൈ വെച്ച് അങ്ങനെ പോവാണ്. അപ്പൊ കൂടെയുള്ള ആള് പറയുന്നുണ്ട്, അണ്ണ വെറുതെ മാസ് കാണിക്കാൻ നിൽക്കണ്ട, അണ്ണൻ എപ്പ മാസ് കാണിച്ചാലും കോമഡി ആവും, അതുകൊണ്ട് ഇനി മാസ് കാണിക്കേണ്ടെന്ന്. അങ്ങനെ എല്ലാവരും പോയി കഴിഞ്ഞതിന് ശേഷം അച്ഛൻ ഓണ്ടുവിനോട് ചോദിക്കുന്നുണ്ട്, എന്താണ് ഓണ്ടു ഈ കാണുന്നതൊക്കെ, ഇതൊക്കെ സത്യമാണോ? 3 ലക്ഷം രൂപ അവന് കൊടുക്കാണ്ട. ഈ സമയത്ത് ഓണ്ടു പറയണ, അച്ഛൻ 3 ലക്ഷം ഒന്നുമില്ല, ഒരു 10,000 രൂപയേറ്റേ ഉള്ളൂ, അതിലാ ഞാൻ ബെറ്റ് വെച്ച് തോറ്റത്. ഇത് കേട്ടപ്പോ അച്ഛന് ഭയങ്കരമായിട്ട് ദേഷ്യം വരെയാണ്. നീ എന്താടാ പറഞ്ഞത്, ബെറ്റ് വെച്ചുന്നാ? അവനെ തല്ലാൻ പോകുന്ന സമയത്ത് അവനെ പിടിച്ചു മാറ്റുന്നത് തൊട്ടപ്പുറത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു ആന്റി ആയിരുന്നു. ഇവർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ലേഡിയാണ് കേട്ടോ. ഇപ്പൊ ഭയങ്കര സങ്കടത്തിൽ അച്ഛൻ ഓണ്ടുവിനോട് പറയുന്നുണ്ട്, നീ എന്താടാ ഇങ്ങനെ ആയിപ്പോയത്, നിന്റെ അമ്മ ഇതൊക്കെ കണ്ട സഹിക്കോ? ഒരു കാര്യം ആലോചിച്ചോ, മുകളിലിരുന്ന് നിന്റെ അമ്മ ഇതെല്ലാം കാണുന്നുണ്ട്, നിന്നെ വളർത്താനായിട്ട് ഞങ്ങൾ രണ്ടുപേരും എത്ര കഷ്ടപ്പെട്ടു എന്ന് അറിയോ? വളരെ വിഷമത്തിൽ ആ മനുഷ്യൻ അവിടെ ഇരിക്കുകയാണ്. ഈ നേരത്ത് ആന്റി അദ്ദേഹത്തെ പുറത്തേക്ക് വിളിച്ചുകൊണ്ടിട്ട് പറയണ, എടോ നീ ഇങ്ങനെ വിഷമിക്കേണ്ട ആവശ്യമില്ല, ഇപ്പത്തെ പിള്ളേരാകുമ്പോൾ കുറച്ച് ബെറ്റിങ്ങും കുറച്ച് അലമ്പൊക്കെ ഉണ്ടാവും, വലിയ കാര്യമാക്കണ്ട, അവൻ എന്തായാലും നന്നായിക്കോളും, അവൻ നമ്മുടെ ചെറുക്കനല്ലേ. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞു. ഓണ്ടു ബാത്റൂമിൽ പോയിട്ട് കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തോ ഒരു പന്തികേട് പോലെ അവൻ പതിയെ ബാത്റൂമിന്റെ പുറത്തേക്ക് വരികയാണ്. പുറത്തൊന്നുമില്ലല്ലോ എന്നും കരുതി ഉള്ളിലേക്ക് തിരിച്ചു പോകാൻ നേരത്ത് ദാ മുടിയെല്ലാം മുന്നോട്ടേക്ക് നീട്ടിയിട്ട് ഒരു സാധനം അവിടെ നിൽക്കുന്നു. കൂക്കിക്കൊണ്ട് അവന് പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ്. പുറത്തേക്ക് ഇറങ്ങി ഓടിയ സമയത്ത് ദാണ്ട് മുന്നിൽ, അവിടുന്ന് ഇങ്ങോട്ടേക്ക് ഓടിയ സമയത്ത് ദാ അവിടെ, പിന്നെ അങ്ങോട്ടേക്ക് ഓടിയ സമയത്ത് ദാ അവിടെയോ. ലാസ്റ്റ് ഒരു രക്ഷയില്ലാതെ അവിടെ കുനിഞ്ഞിരുന്ന് ആ പ്രേതത്തിന്റെ കാല് പിടിച്ച് പറയാണ്, നിങ്ങൾ ആരാണ്? പലിശക്കാരോ എന്നെ ഇട്ട് ഓടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇനിയിപ്പോ നിങ്ങളും കൂടെ എന്നെ ഇട്ട് ഓടിപ്പിക്കാൻ നിൽക്കുകയാണോ? സത്യം പറയോ, നിങ്ങൾ ആരാണ്? ഇപ്പൊ പ്രേതം പറയണ്, ഞാനൊരു പ്രേതാണ്. പ്രേതോ? ആഹാ അടിപൊളി, ഒരു പ്രേതം കൂടി എന്നെ ഓടിപ്പിക്കാൻ ബാക്കിയുണ്ടായിരുന്നുള്ളൂ, സന്തോഷായി. ഇതും പറഞ്ഞു വീണ്ടും എഴുന്നേറ്റ് ഓടുകയാണ്. നേരെ ചെന്ന് വാതിലിന് തലയടിച്ച് അപ്പൊ തന്നെ അവിടെ ബോധം കെട്ടി വീഴുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ വന്നിട്ട് അച്ഛൻ വിളിച്ചെഴുന്നേറ്റപ്പോഴാണ് ഓണ്ടുവിന് ബോധം വന്നത്. ബോധം വന്ന പാടിന് അച്ഛാ പ്രേതം 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 എന്നിട്ട് കരഞ്ഞോണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഓണ്ടുവിന്റെ അച്ഛൻ പറയണ, മോനെ പേടിക്കുന്നു വേണ്ട, നീ സ്വപ്നം കൊണ്ടതായിരിക്കും. അപ്പൊ അവനും വിചാരിക്കുകയാണ്, ചിലപ്പോ സ്വപ്നം ആയിരിക്കുമല്ല അച്ഛ, എന്തായാലും നീ വേഗം റെഡിയാ, നമുക്ക് പണിയുണ്ട് എന്ന് പറഞ്ഞിട്ട് അവനെയും കൂട്ടിക്കൊണ്ട് ഇപ്പൊ ഓണ്ടുവിന്റെ അച്ഛൻ നേരെ ഏതോ ഒരാൾ മരിച്ചിട്ടുണ്ട്, സോ അങ്ങോട്ടേക്ക് പോവാണ്. അയാളുടെ ആ ഒരു ശവസംസ്കാര ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ബൈക്കിൽ അങ്ങനെ പോകുന്ന സമയത്ത് ഓണ്ടു ഈ റോഡരികിൽ നിൽക്കുന്ന ആ ഒരു പ്രേതത്തെ കാണുകയാണ്. അതേ നേരം തന്നെ അവന്റെ അച്ഛൻ പറയുന്നുണ്ട്, മോനെ ഇങ്ങനെയൊന്നും നടന്നാൽ പോരെ, നമ്മൾ കഷ്ടപ്പെടണം, കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് കാശ് കിട്ടുകയുള്ളൂ. എന്നാൽ ഓണ്ടുവിന്റെ ശ്രദ്ധ മുഴുവനും ആ റോഡരികിൽ നിൽക്കുന്ന പ്രേതത്തിന്റെ മേലെയായിരുന്നു. സോ അതുകൊണ്ട് അവന്റെ കൺട്രോൾ പോയി അവിടെ ഉണ്ടായിരുന്ന ഒരു ബൈക്കിൽ ചെന്ന്, അതും പോലീസിന്റെ ബൈക്കിൽ ചെന്ന് ഇടിച്ചു നിൽക്കുകയാണ്. തെറി കേൾക്കാൻ വേറെ എവിടെയെങ്കിലും പോകണോ? നന്നായിട്ട് കേൾക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഓണ്ടു പറയണ, സാറേ നിങ്ങൾ അവിടെ ഒരു സാധനം നിൽക്കുന്ന കണ്ടോ, ഒരു ആത്മാവാണത്. ഇപ്പൊ ഓണ്ടുവിന്റെ അച്ഛനും അത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പൊ അവർക്ക് രണ്ടുപേർക്കും ആ ആത്മാവിനെ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ നല്ലൊരു പച്ചത്തെറിയും പറഞ്ഞിട്ട് നമ്മുടെ ഓണ്ടുവിന്റെ അച്ഛൻ പറയണ, പോത്തെ തലക്ക് സുഖമില്ലാത്തൊരു പെണ്ണാണത്, അവരെപ്പോഴും അവിടെ നിൽക്കുന്നുണ്ടാവും, അതിനെ കണ്ടിട്ട് പ്രേതാ പോലും. പിന്നീട് കൊണ്ടുവിന്റെ അച്ഛൻ എങ്ങനെയൊക്കെയോ ആ പോലീസുകാരന്റെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞ് തൽക്കാലത്തേക്ക് അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. അതായത് ആരോ മരിച്ചെന്ന് പറയുന്നില്ലേ, അവിടേക്ക് എന്തോ ചടങ്ങിനായിട്ട് പോവുകയാണ്. ഇപ്പൊ അച്ഛൻ അവിടെ ഇറക്കി വിട്ടതിന് ശേഷം കൊണ്ട് തിരിച്ചു വരിക. ആ നേരം അവന്റെ ഒരു കൂട്ടുകാരൻ വിളിക്കുന്നുണ്ട്, എടാ ഇവിടെ ഒരു ബെറ്റിംഗ് നടക്കുന്നുണ്ട്, നീ വരുന്നുണ്ടോ ചോദിക്കണം. ഓണ്ടു അപ്പൊ തന്നെ ലൊക്കേഷൻ പറയടാന്ന് പറയണം. അങ്ങനെ നേരെ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ നേരത്ത് വീണ്ടും ദാണ്ടെ അവന്റെ ബൈക്കിന്റെ പിന്നിൽ ആ ഒരു പ്രേതം വന്നിരിക്കുകയാണ്. ഇത് സ്വപ്നമല്ല, റിയൽ ആണെന്ന് മനസ്സിലായി അപ്പൊ തന്നെ പേടിച്ച് കൺട്രോൾ പോയി അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു വണ്ടിയിൽ വീണ്ടും ചെന്ന് കുത്തുകയാണ്. എന്നാൽ കഷ്ടകാലം എന്ന് പറയട്ടെ, വീണ്ടും കുത്തിയിരിക്കുന്നത് മറ്റേ ആ ഒരു പോലീസുകാരനുണ്ടല്ലോ, അയാളുടെ ആ ഒരു ബൈക്കിൽ തന്നെ. ഇപ്പൊ കിട്ടും അടി എന്ന അവസ്ഥയിൽ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഓണ്ടു ദയനീയമായിട്ട് ആ പോലീസിനെ നോക്കുകയാണ്. പൊന്നു സാറേ പറ്റിപ്പോയി വിടണം. അങ്ങനെ കരഞ്ഞ കാല് പിടിച്ച് അവസാനം അവിടുന്ന് പോവുകയാണ്. പിന്നീട് കുറച്ച് മാറിയൊരു സ്ഥലത്ത് പോയിട്ട് വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയോ നോക്കുമ്പോൾ ദാണ്ടെ തൊട്ട് മുന്നിൽ തന്നെ ഇപ്പോഴും പ്രേതമുണ്ട്. എന്നാൽ അവനിപ്പോ പേടിയല്ലേ വരുന്നത്, ഭയങ്കര ദേഷ്യം വരികയാണ്. നീ ആരടി, കുറെ നേരമായാലും എന്റെ പിന്നാലെ നടക്കുന്ന പ്രേതാണ് പോലും, പ്രേതം നിനക്ക് എന്താ വേണ്ടത്? ഈ സമയത്താണ് ആ പ്രേതം അതിന്റെ ആ ഒരു ശരിക്കുള്ള മുഖം കാണിക്കുന്നത് കേട്ടോ. അടിപൊളി നല്ല ലുക്കുള്ള ഒരു പെൺകുട്ടി. ഇത് കണ്ട് നമ്മുടെ ഓണ്ടു തന്നെ വായം പൊളിച്ചങ്ങനെ നിൽക്കുകയാണ്. ഈ സമയത്ത് ഓണ്ടു ചോദിക്കുന്നുണ്ട്, അല്ലയോ പ്രേതമേ താങ്കൾക്ക് എന്താണ് വേണ്ടത്? ഈ സമയത്ത് ആ ഒരു പ്രേതം വളരെ ദയനീയമായിട്ട് സങ്കടത്തോടെ പറയാണ്, 25 വർഷം മുന്നേ മരിച്ചു പോയതാണ് ഞാൻ, എനിക്കൊരു കുഞ്ഞുണ്ടായിരുന്നു, ഒരു മോളാണ്, എനിക്ക് അവളൊന്ന് കാണണം, എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ്. ഈ ഓണ്ടു പറയാണ്, എനിക്ക് ഒന്നിനും നേരമില്ല, എനിക്ക് എങ്ങനെയെങ്കിലും കാശുണ്ടാക്കണം, ഒരു ബെറ്റിംഗ് നടക്കാൻ പോവാ, ഞാൻ അങ്ങോട്ടേക്ക് പോവാന്ന് പറയണം. ഈ ഓണ്ടുവിനോട് ആ ഒരു പ്രേതം പറയണം, എന്നാൽ ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം, നിനക്ക് ഒരുപാട് കാശ് കിട്ടും പിന്നീട്. ഇപ്പൊ ഓണ്ട് ചോദിക്കുകയാണ്, അതെങ്ങനെയാണ് നിനക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുക? നീ ബെറ്റ് വെക്ക്, നിനക്ക് നല്ല രീതിയിൽ വരുന്ന രീതിയിൽ ആ മത്സരം ഞാൻ ജയിപ്പിച്ചു തരാം പോരെ? അതെങ്ങനെയാ, എനിക്കൊന്ന് കാണണമല്ലോ. നിന്റെ കയ്യിലുള്ള ആ ഒരു ടൂൾസ് ഉണ്ടല്ലോ, നീ അത് താഴേക്കിട്, ഞാൻ പറയുന്നത് പോലെ തന്നെ കറക്റ്റ് അത് വന്ന് വീഴുന്നു നോക്കിയോ, എന്നാ പിന്നെ അതൊന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞിട്ട് ഓണ്ടോ അതങ്ങോട്ട് താഴേക്കിടുകയാണ്. എന്നാൽ പ്രേതം വിചാരിച്ചതുപോലെ അല്ല വന്നത്. എന്നാൽ അപ്പൊ തന്നെ സാധനം ഓട്ടോമാറ്റിക്കായിട്ട് പതിയെ തിരിയാണ്. അതായത് അവളെ ആർക്കും കാണാൻ പറ്റില്ലല്ലോ, സോ
സോ അവൾക്ക് ഇഷ്ടമുള്ളതുപോലെ അത് മറിച്ചിടാൻ പറ്റും. ആ കൊള്ളാലോ, നല്ല കളിയാണല്ലോ, എന്തായാലും ഇവളെ വെച്ച് കുറച്ച് കാശ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോൾ പ്രേതം പറയാണ്, ശരിയാണ്, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം. പക്ഷേ ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്ത് നിനക്ക് നല്ലൊരു എമൗണ്ട് കിട്ടുന്ന സമയത്ത് നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യത്തിന് എന്തെങ്കിലും ഒരു ആപത്ത് വന്നേക്കാം. ഇഷ്ടപ്പെടുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിരിക്കാം. കേട്ട സമയത്ത് ഓണ്ടു അവന്റെ അച്ഛനെ കുറിച്ച് ആലോചിക്കണം. വേണ്ട വേണ്ട, ഒരു പ്രേതവുമായിട്ട് ഡീൽ ഉണ്ടാക്കണ്ട, ഇതൊന്നും വേണ്ട, ഞാൻ പോവാണ് എന്റെ പാട്ടിന് പറഞ്ഞിട്ട് അവൻ പോകാൻ നിൽക്കുമ്പോൾ ഇപ്പൊ പ്രേതം പറയുന്നുണ്ട്, നീ എന്തിനാണ് വലിയ കാശ് ചോദിക്കുന്നത്, ചെറിയ കാശിന്റെ ബെറ്റൊക്കെ വെച്ചാൽ മതി, അപ്പോ അതുപോലെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുള്ളൂ. ഇത് കേട്ടപ്പോൾ ഓണ്ടു ഒരു കൈ നോക്കാന്ന് പറഞ്ഞിട്ട് അവളെയും കൂട്ടി അങ്ങനെ പോവുകയാണ്. നേരെ പോകുന്നത് ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞില്ലേ, അവിടെ എന്തൊക്കെയോ ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം കൈകാര്യം ചെയ്യുന്നത് ഓണ്ടുവിന്റെ അച്ഛനാണ്. എന്തായാലും ഇപ്പൊ അങ്ങോട്ടേക്ക് വന്നു. ഇതേ നേരത്ത് തന്നെ അവിടെ ഈ ലക്കി വീല് പോലെ എന്തോ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ചെറിയ പിള്ളേരൊക്കെ കളിക്കുന്ന പരിപാടിയാണ്. അതായത് ആ വീലിലെ ഒരു കളറില് അതിൽ ബെറ്റ് വെച്ച് ഒരു ആരോ എടുത്ത് എറിയുമ്പോൾ കറങ്ങുന്ന സമയത്ത് ഇത് കറക്റ്റ് ആയിട്ട് ആ കളറിൽ കൊണ്ടുപോയി കൊള്ളുകയാണെങ്കിൽ അവന് കാശ് കിട്ടും. സോ അതുപോലെ ഓണ്ടു പെറിയാണ് കേട്ടോ. ഈ സമയത്ത് അവൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞ ആ ഒരു കളറിൽ കുടുങ്ങാൻ പാകത്തിന് ആ ഒരു ചക്രത്തിനെ നമ്മുടെ ഈ ഒരു പ്രേതവും പിടിച്ചു വെക്കുന്നുണ്ട്. അതായത് ചെറിയ ആ ഒരു എന്താ പറയാ ലക്കി സർക്കിളിൽ അവൻ വിജയിക്കുകയാണ്. ചെറിയൊരു എമൗണ്ട് കിട്ടുന്നുണ്ട്. ഇതേ നേരം അവിടെ ഉണ്ടായിരുന്ന ഒരു വാളിപ്പയ്യൻ മാങ്ങ പറിക്കാനായിട്ട് കല്ല് വെച്ച് കവണിട്ടടിക്കുകയാണ്. ആ കല്ല് നേരെ പോയി തട്ടുന്നത് ഓണ്ടുവിന്റെ അച്ഛന്റെ ചന്തിയിലാണ്. വേറെ കുഴപ്പമൊന്നുമില്ലെങ്കിലും ആൾക്ക് നന്നായിട്ട് വേദനിച്ചു കേട്ടോ. അതും തടവിക്കൊണ്ട് അവിടെ നിൽക്കുമ്പോൾ ഓണ്ടു അത് കാണുകയാണ്. അപ്പൊ ആ ഒരു പ്രേതത്തിനോട് ഓണ്ടു ചോദിക്കുന്നുണ്ട്, അല്ല ഞാനിങ്ങനെ കാശ് മേടിച്ചാൽ ഇതുപോലെ ചെറുതായിട്ടുള്ള പ്രശ്നങ്ങൾ മാത്രമല്ലേ എന്റെ അച്ഛന് വരുള്ളൂ എന്ന് ചോദിക്കുകയാണ്. ഇപ്പൊ പ്രേതം പറയാണ്, ചെറുതായിട്ടുള്ള കാശാണെങ്കിൽ ചെറുതായിട്ടുള്ള പ്രശ്നമായിരിക്കും, വലിയ കാശാകുമ്പോൾ വലിയ പ്രശ്നം വരുന്നു പറയാണ്. എന്തായാലും മറ്റേ ആ ഒരു കോഴിപ്പോര് നടക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് പോകാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ആ ഒരു പ്രേതത്തിനെയും കൂട്ടി നേരെ അങ്ങോട്ടേക്ക് പോകണം. ഇവൻ ഈ പോകുന്നത് ആര് കാണുന്നുണ്ട്, അവന്റെ അച്ഛൻ കാണാണ്. ഇവൻ എവിടെയാ പോകുന്നതെന്ന് വെച്ചിട്ട് അവന്റെ പിന്നാലെ തന്നെ അച്ഛൻ പോകുന്നുണ്ട്. ഇതേ നേരം കോഴിപ്പോര് നടക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ട് ഓണ്ടു ബെറ്റ് വെക്കുകയാണ് കേട്ടോ. അതായത് അവൻ ഉറപ്പാണ് എന്തായാലും ചെയ്യുന്നത്, കാരണം പ്രേതം ഹെൽപ്പ് ചെയ്യല്ലോ. അതുകൊണ്ട് ചെറിയ എമൗണ്ടിനല്ല വലിയ എമൗണ്ടിനാവും ബെറ്റ് വെക്കണം. 1,00,000 രൂപ എന്ന് പറയണം. അപ്പൊ തന്നെ പ്രേതം ഒരു നോട്ടം നോക്കുന്നുണ്ട്. അപ്പൊ ഓണ്ടു പറയുന്നുണ്ട്, ഒന്നല്ല ഒരു 10,000 രൂപ മതി. അപ്പൊ പ്രേതം പറയണം, അങ്ങനെ വെച്ചാൽ മതി. ഇതേ നേരം തന്നെ ഓണ്ടുവിനെ തേടി അങ്ങോട്ടേക്ക് വന്ന അവന്റെ അച്ഛനെ പുറത്തുണ്ടായിരുന്ന ബോഡി ഗാർഡ് തടയാണ് കേട്ടോ. എനിക്ക് ഉള്ളിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ അയാൾ സമ്മതിക്കുന്നില്ല. ചെറുതായിട്ട് അവിടെ ഒന്നും തള്ളൊക്കെ ഉണ്ടാവുന്നുണ്ട്. എന്തായാലും ഇതേ നേരം കോഴിപ്പോരില് ഓണ്ടു ജയിക്കുകയാണ് കേട്ടോ. കാരണം ഓണ്ടു ബെറ്റ് വെച്ച ആ ഒരു കോഴി അല്ലാതെ അതിന് ഓപ്പോസിറ്റ് നിൽക്കുന്ന കോഴീനെ നമ്മുടെ പ്രേതം വന്ന് ശരിയാക്കുകയാണ്. സോ ആ ഒരു മത്സരത്തിൽ അവൻ ജയിച്ചു. അവൻ ആ ഒരു ബെറ്റ് എമൗണ്ട് ആയിട്ടുള്ള 10,000 കിട്ടുന്നുണ്ട്. ഇതേ നേരത്ത് പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ ബോഡി ഗാർഡിന്റെ അടിയും കൊണ്ട് ബോധം കെട്ട് കിടക്കുന്ന അവന്റെ അച്ഛനെ കാണുകയാണ്. അപ്പൊ തന്നെ പ്രേതത്തിനെ അവനൊന്ന് നോക്കുന്നുണ്ട്. ഒരു 10,000 രൂപ ചോദിച്ചതിനാണോ എന്റെ അച്ഛൻ ഇമാതിരി പണിഷ്മെന്റ് കിട്ടിയത്? എന്തായാലും അച്ഛനെയും തൂക്കിയെടുത്തോണ്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ അച്ഛന് ബോധം വരുന്നത്. മോനെ മോനെ എന്താണ് സംഭവിച്ചത്? എനിക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ല മോനെ. എന്തോ ഒരു ഇടിയും മിന്നലും മാത്രം ഓർമ്മയുണ്ട്. ഇപ്പൊ ഓണ്ട് പറയണ അത് അച്ഛൻ അവിടെ കാല് തന്നെ വീണതാണ്. അപ്പൊ അച്ഛൻ പറയുന്നുണ്ട്, അല്ല മോനെ, എവിടെ നിൽക്കിയോ ആരൊക്കെയോ വന്നിട്ട് ഈ ഇരുട്ടടി അടിക്കില്ല അമ്മാതിരി എന്തൊക്കെയോ കിട്ടിയതുപോലെ. ഇല്ല അച്ഛ, അതൊക്കെ അച്ഛന് തോന്നിയതാന്നേ. വാ നമുക്ക് എന്തായാലും വീട്ടിലേക്ക് പോവാന്ന് പറയണം. ആ സമയത്ത് ആ മനുഷ്യന് മേലൊക്കെ നന്നായിട്ട് വേദനിക്കുന്നുണ്ട് കേട്ടാ. നടക്കാൻ പോലും പറ്റുന്നില്ല. ഒരു വിധത്തില് മൂപ്പരെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇരുത്തുകയാണ് ഓണ്ട്. ഇപ്പോ സംഭവം ഒരു തമാശയിലൂടെ പറഞ്ഞെങ്കിലും ആൾക്ക് നന്നായിട്ട് വിഷമമായിട്ടുണ്ട്. കാരണം അച്ഛനെന്ന് പറഞ്ഞാൽ അത്രയും ജീവനാണ്. എന്തായാലും പുറത്തേക്ക് വന്നിട്ട് പ്രേതത്തിനോട് ഓണ്ട് പറയുന്നുണ്ട്, വേണ്ട, ഇമാതിരി പരിപാടിയൊന്നും വേണ്ട, എനിക്ക് എന്റെ അച്ഛൻ തന്നെയാണ് വലുത്. ഈ സമയത്ത് പ്രേതം പറയാണ്, നീ ഞാനുമായിട്ടൊരു ഡീൽ ഉണ്ടാക്കിയതാണ്, ഇനി അത് നിർത്താൻ പറ്റില്ല. അതുപോലെ തന്നെ നീ എനിക്ക് വേണ്ടിയും ഒരു സഹായം ചെയ്യണമെന്ന് പറയണം. അതായത് കാണാതായ ഈ പ്രേതത്തിന്റെ മകളെ ഒന്ന് കണ്ടുപിടിച്ചു കൊടുക്കണം. അവളൊന്ന് കണ്ടാൽ മാത്രം മതി ഒരു പ്രേതത്തിന്. പിന്നീട് ശാന്തമായിട്ട് തന്നെ അവർക്ക് പരലോകത്തേക്ക് പോകാലോ. എന്തായാലും പ്രേതം പറഞ്ഞതുപോലെ തന്നെ ഓണ്ടുവും ഇനി ആ ഒരു പ്രേതവും കൂടെ ആ പ്രേതത്തിന്റെ മകളെ തേടി പോവാണ്. ആ സമയത്ത് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. 25 വർഷങ്ങൾക്ക് മുന്നേ ഈ പെൺകുട്ടി പ്രസവിച്ചു. ആ സമയത്ത് അവരുടെ കൂടെ അവരുടെ ആന്റിയും അതുപോലെ തന്നെ സിസ്റ്ററും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ കുഞ്ഞ് ജനിച്ച പാട് തന്നെ ആന്റി നമ്മുടെ ആ ഒരു പെൺകുട്ടിയുടെ അടുത്തേക്ക് വന്നിട്ട് പറയണത്, മോളെ കുഞ്ഞിനെ കാണാൻ ഭയങ്കര ക്യൂട്ടാണ്, നല്ല രസമാണ് കേട്ടോ എന്ന് പറഞ്ഞ് കുഞ്ഞിനെ കാണിക്കാൻ നിൽക്കുമ്പോഴേക്കും ആ പെൺകുട്ടി മരണപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. അതായത് തന്റെ കുഞ്ഞിന്റെ മുഖം പോലും ഒന്ന് കാണാൻ പറ്റാതെയാണ് ആ ഒരു പെൺകുട്ടി മരണപ്പെട്ടു പോയത്. ഇപ്പൊ ഈ ഒരു പെൺകുട്ടിക്ക് ആകെ ഓർമ്മ ഉള്ളത് അവളുടെ ആന്റിയുടെ മുഖം മാത്രമാണ്. സോ ആന്റിയുടെ വീടുണ്ടായിരുന്ന ആ ഒരു സ്ഥലത്തേക്ക് രണ്ടുപേരും കൂടെ ചെന്ന് നോക്കുകയാണ്. എന്നാൽ ഇപ്പൊ അവിടെ ചെറിയ ചെറിയ വീടുകളൊന്നുമല്ല, ഫുള്ള് വലിയ വലിയ അപ്പാർട്ട്മെന്റുകൾ. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി ഗാർഡിന്റെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, അതായത് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ ഉണ്ടായിരുന്ന കുടിലുകളിലൊക്കെ താമസിച്ച ആൾക്കാർ ഇപ്പൊ എവിടെയാ? എനിക്കറിയില്ല എന്ന് പറയണ അയാൾ. പിന്നീട് പതിയെ മണിച്ച് ഓരോ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഇവിടെ കുറച്ച് അപ്പുറത്തായിട്ട് ഒരു ചേരിയുണ്ട്, കുറെ പേരൊക്കെ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് എന്ന് പറയാണ്. ഇപ്പൊ ആ ഒരു പ്രേതത്തിനെയും കൂട്ടി നേരെ അങ്ങോട്ടേക്ക് പോവാണ്. അതായത് ഇവരുടെ ആന്റിയുടെ പേര് പറഞ്ഞ് അവിടെ എല്ലായിടത്തും ചോദിക്കുന്നുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ആർക്കും അറിയില്ല. എന്നാൽ ആ കൂട്ടത്തിൽ ഒരു സ്ത്രീ മാത്രം പറയുന്നുണ്ട്, അവരെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ എവിടെയാന്ന് എനിക്ക് അറിയില്ല എന്ന് പറയണം. പിന്നെയും കുറെ അന്വേഷിച്ചു, ആന്റിയെ കുറിച്ച് വേറെ വിവരമൊന്നും കിട്ടുന്നില്ല. ഇപ്പൊ ഈ പ്രേതത്തിനോട് ഓണ്ടു പറയണ, എന്തായാലും ഇവിടെ ഉണ്ടല്ലോ അവര്, ഞാൻ കണ്ടുപിടിച്ചോളാം, പക്ഷെ അതിന് മുന്നേ എനിക്ക് എന്റെ അച്ഛന്റെ അടുത്തേക്ക് പോകണം, പക്ഷെ അതിനു മുന്നേ എനിക്കൊരു ലോട്ടറി എടുക്കണം. ഇതും പറഞ്ഞ് അവിടെ പോയിട്ട് ഒരു 4-5 ലോട്ടറി എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആ പ്രേതത്തിനെ കാണിച്ചിട്ട് പറയണതാ, ഇതിലേതെങ്കിലും ഒന്ന് എനിക്ക് അടിച്ചിരിക്കണം. അടിച്ചിരിക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് അടിച്ചിരിക്കണം. അപ്പൊ പ്രേതം പറയണം, കിട്ടും, നല്ല അടിയിപ്പൊ കിട്ടും, നോക്കിക്കോ നീ. അതുപോലെ തന്നെ പ്രേതം പറയണ, എടാ ഈ ലോട്ടറിയൊക്കെ ഞാൻ എങ്ങനെയാ നിന്നെ ഇതാക്കിയെടുക്കുക? വല്ല കോഴിപ്പോരാണെങ്കിൽ നിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന കോഴിയുടെ കഴുത്ത് പിടിച്ച് ഞെരിച്ചിട്ടായാലും എനിക്ക് നിന്നെ വിജയിപ്പിക്കാൻ പറ്റും.
പക്ഷെ ഇതെങ്ങനെയാ? അപ്പൊ ഓണ്ട് പറയണേ എനിക്കൊന്നും അറിയണ്ട, നമ്മൾ തമ്മിൽ ഡീലുണ്ട്, അതുകൊണ്ട് ഞാൻ പറയുന്ന അങ്ങോട്ട് ചെയ്താൽ മതി എന്ന് പറയണം. അതുപോലെ തന്നെ ഇനി അധികം നേരമില്ല, ആ ലക്കി സെന്ററിലേക്ക് നേരെ വിട്ടോ, ഞാൻ ഈ ബൈക്കിൽ പതിയെ വരാന്ന് പറയാണ്. എന്നിട്ട് അവൻ ബൈക്കിൽ അങ്ങനെ പോവാണ്. പ്രേതാണെങ്കിൽ ഓർഡറാ ഓട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ പ്രേതാണെങ്കിൽ നായി കതുകുന്ന പോലെ കതച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പോണ്ട് അങ്ങോട്ടേക്ക് വന്നിട്ട് പറയാണ്, അല്ല നീ ഒരു പ്രേതല്ലേ, ഒരു ഉളുപ്പും മാനും ഇല്ലാതെ നിന്ന് കിതക്കെ ഇവിടെ നിന്നിട്ട് നിനക്ക് ഈ വേഗത്തിൽ പോകാനൊക്കെ അറിയില്ലേ, നിനക്ക് അങ്ങനെ പോയിക്കൂടെ എന്ന് ചോദിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ പ്രേതം പറയാണ്, ഡാ ഞാൻ ക്രിപ്റ്റോൺ എന്ന് വന്ന സൂപ്പർമാന്റെ മോളല്ല, ഞാൻ സാധാരണ ഒരു മനുഷ്യത്തിയാണ്. മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് വേറെ സൂപ്പർ പവർ ഒന്നും കിട്ടാൻ പോകുന്നില്ല, സാധാരണ എങ്ങനെയാണോ ഓടുക അതുപോലെ തന്നെ ഓടാൻ പറ്റുള്ളൂ എനിക്ക്. പ്രേതങ്ങളെ പറയിപ്പിക്കാനായിട്ടുണ്ടായ ഒരു കാട്ടവരാതം. ഒന്ന് കയറിയില്ലേക്കെന്ന് പറഞ്ഞിട്ട് വേഗം ആ ഒരു പ്രേതത്തിനെയും കൂട്ടി നേരെ ലക്കി സെന്ററിലേക്ക് പോവാണ്. അവിടെ ചെന്ന് നോക്കുമ്പോൾ ഈ പ്രേതത്തിനെ പോലെ വേറെയും പ്രേതങ്ങളുണ്ട്. അതായത് അവർക്ക് വേണ്ടപ്പെട്ടവർക്ക് ലോട്ടറി അടിക്കാനായിട്ടുള്ള പരിപാടികൾ ചെയ്യാൻ വന്ന ആത്മാക്കളാണ് ഇവരൊക്കെ. എന്തായാലും അവർക്കിടയിലൂടെ അള്ളി പിടിച്ച് കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളൊക്കെ ഉണ്ടാക്കി അവസാനം നമ്മുടെ ഓണ്ടുവിന് വേണ്ടിയിട്ട് ഒരു ടിക്കറ്റ് ഒപ്പിച്ചെടുത്തു, ഒരു നമ്പർ റെഡിയാക്കി എടുക്കുകയാണ്. എന്നിട്ട് അതുമായിട്ട് നേരെ പുറത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ഓണ്ടുവിനോട് പറയണം, ഫസ്റ്റ് പ്രൈസ് ഒന്നും കിട്ടിയില്ല, 8ാം സ്ഥാനം നിനക്കുള്ളൂ. ഇപ്പോൾ ഓണ്ട് പറയണ, വെറുതെ എന്നെ കൊണ്ട് ഭരണിപ്പാട്ട് പാടിപ്പിക്കരുത്, ഞാൻ പറഞ്ഞതെന്ത് നീ ചെയ്തതെന്ത്. ഇപ്പൊ പ്രേതം പറയണ, എടാ നിനക്ക് 8ാം സ്ഥാനെങ്കിലും കിട്ടിയല്ലോ, അവിടെ ഒടുക്കത്തെ ഇതാണ് കോമ്പറ്റീഷനാണ്, ഇവിടെ നിനക്ക് മാത്രമൊന്നുമല്ല പ്രേതത്തിന്റെ സപ്പോർട്ട് ഉള്ളത്. എന്നാ ശരി വീട്ടിലേക്ക് പോകാന്ന് പറഞ്ഞിട്ട് അവൻ വേഗം ബൈക്ക് എടുത്ത് പോവാണ്. ഈ നേരത്തെ പ്രേതം പറയണ, എടാ ഞാൻ കയറിയില്ല, ഞാൻ കയറിയില്ല, നീ എങ്ങനെയെങ്കിലും വാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഓണ്ട് ബൈക്ക് ഓടിച്ച് വീട്ടിലേക്ക് പോവാണ്. ഇതേ നേരത്ത് തന്നെ ഇവന്റെ അച്ഛനാണെങ്കിൽ എന്താണെന്നൊന്നും അറിയില്ല, ഞൊണ്ടിയാ വീട്ടിലേക്ക് വരുന്നത്. ഇത് കണ്ട് ഓണ്ടുവിന് ഭയങ്കരമായിട്ട് സങ്കടമാവുന്നുണ്ട്. ഓടിച്ചെന്ന് അച്ഛനെ പിടിച്ച് നേരെ വീട്ടിലേക്ക് കൊണ്ടുവരുത്തുകയാണ്. പിന്നീട് കുടിക്കാൻ വെള്ളവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വേഗം പുറത്തേക്ക് വന്നിട്ട് ആ ഒരു പ്രേതത്തിനോട് ചോദിക്കുകയാണ്, സത്യം പറ, എന്താ അച്ഛന് സംഭവിച്ചത്? ഞാൻ പെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഒരു ലോട്ടറി എടുക്കുക മാത്രമല്ലേ ചെയ്തിട്ടുള്ളൂ, സ്വാഭാവികമായിട്ട് അടിക്കുന്നത് പോലെ എനിക്ക് അടിച്ചു, അതിനെന്തിനാ എന്റെ അച്ഛൻ ഇങ്ങനെയൊക്കെ പണിഷ്മെന്റ് കിട്ടുന്നത്? ഈ സമയത്ത് പ്രേതം പറയാണ്, എടാ മറ്റൊരാൾക്ക് അടിക്കേണ്ട ലോട്ടറിയാണ് നിനക്കിപ്പോൾ വന്നിരിക്കുന്നത്, സോ അതിന് പ്രതിഫലമായി നീ ത്യാഗം ചെയ്യേണ്ടി വരും, നിന്റെ അച്ഛന് അതിന്റെ പേരിൽ വേദന അനുഭവിക്കേണ്ടി വരും. സോ ഇതൊക്കെ കാണുമ്പോൾ ഒണ്ടുവിന് എന്തൊക്കെയോ ആവുന്നുണ്ട്, വല്ലാത്ത ബുദ്ധിമുട്ട്. എന്തായാലും ഇന്ന് കിട്ടിയ ആ ഒരു കാശ് അച്ഛന്റെ കയ്യിൽ കൊണ്ടേ കൊടുക്കുകയാണ്. അച്ഛ ഈ കാശ് കയ്യിൽ വെച്ചു എന്ന് പറയണം. ഇതേ നേരം തന്നെ അവന്റെ അച്ഛൻ പറയണം, വേണ്ട മോനെ, നീ ഉള്ള കാശ് കൊണ്ട് കൊണ്ടുപോയിട്ട് ആ കട അടച്ച് തീർക്കാൻ നോക്ക്. എന്തായാലും പിന്നീട് ആ കാശ് ഓണ്ടു നേരെ അവന്റെ റൂമിൽ ഒളിപ്പിച്ചു വെച്ച ഒരു ഡപ്പയുണ്ട്, അതിനുള്ളിൽ കൊണ്ടിടുകയാണ് കേട്ടോ. അതിനുള്ളിൽ അത്യാവശ്യം നല്ല കാശ് ഉണ്ടായിരുന്നു. ഇത് കണ്ടിട്ട് പ്രേതം ചോദിക്കുകയാണ്, ഓഹോ നിന്റെ കയ്യിൽ ഇത്രയൊക്കെ കാശ് ഉണ്ടായിരുന്നല്ലേ? എന്നാൽ അത് അതുപോലെ തന്നെ തിരിച്ചെടുത്ത് വെക്കുകയാണ് കേട്ടോ. പ്രേതത്തിനോടൊന്നും സംസാരിക്കുന്നില്ല. അവൻ എന്തോ ഒരു ബുദ്ധിമുട്ടുള്ളതുപോലെ അവൻ വേഗം ബാത്റൂമിലേക്ക് ഓടി ചെല്ലുകയാണ്. എന്നിട്ട് ഫ്ലഷ് ചെയ്യുന്ന ആ ഒരു ബോക്സ് ഉണ്ടല്ലോ, അതിന്റെ ഉള്ളിൽ നിന്നും ഒരു കവർ എടുക്കുകയാണ്. ആരും കാണാതെ അവൻ അതിന്റെ ഉള്ളിൽ നിന്നും ഒരു ഇഞ്ചക്ഷൻ എടുത്ത് കുത്തിവെക്കുകയാണ്. അതായത് ആള് നല്ല ഡ്രഗ് അഡിക്റ്റ് ആണ്. അവന്റെ അച്ഛൻ കാണാതെ ഡ്രഗ്സ് നന്നായിട്ട് യൂസ് ചെയ്യും. അതായത് എല്ലാത്തരം തെമ്മാടിത്തരം ഇവന്റെ കയ്യിലുണ്ട്. അവന്റെ അച്ഛൻ എങ്ങനെയാണ് ആ മനുഷ്യൻ ഇത്രയാ കഷ്ടപ്പെടുന്നത്, അവന് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നുണ്ട്, ഇതൊന്നും ഈ കഴിവേറിക്ക് അറിയണ്ട. അങ്ങനെ ആ ഒരു മരുന്നും കുത്തിക്കയറ്റി നേരെ പോയി കിടന്നുറങ്ങുകയാണ്. അവന്റെ അച്ഛനും വേദന സഹിക്കാൻ കഴിയാതെ കുറെ നേരം കഴിഞ്ഞപ്പോൾ ക്ഷീണിച്ച് കിടന്നുറങ്ങുന്നുണ്ട് കേട്ടോ. ഇതേ നേരം തന്നെ പുറത്ത് ആ ഒരു പ്രേതാണെങ്കിൽ അതിന് എന്താ പറയാ, കിടന്നുറങ്ങാനൊന്നും പറ്റില്ലല്ലോ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുകയാണ്. പഴയ ഓരോ കാര്യങ്ങൾ ആലോചിക്കുകയാണ്. അവളുടെ വയറ്റിൽ ആ ഒരു കുഞ്ഞുണ്ടായിരുന്ന സമയത്ത് ഒരുപാട് മോഹങ്ങളായിരുന്നു. ആ കുഞ്ഞ് വന്നു കഴിഞ്ഞാൽ അതിനെങ്ങനെ നോക്കണം, ഏതൊക്കെ വസ്ത്രങ്ങൾ കൊടുക്കണം, ഇതെല്ലാം കൈകൊണ്ട് തന്നെ അവള് തുന്നി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ആ ഒരു കുഞ്ഞിന് വേണ്ടി അവൾ അത്രത്തോളം കാത്തിരിക്കുകയായിരുന്നു. അതായത് ഒരമ്മ കുഞ്ഞ് എന്നൊക്കെ പറയുന്നത് അതൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഫീലാണല്ലേ. എനിക്ക് തോന്നുന്നു ഈ ലോകത്തിലെ ഏറ്റവും ശക്തമായ അല്ലെങ്കിൽ ഏറ്റവും പവിത്രമായിട്ടുള്ള ഒരു റിലേഷനാണ് അമ്മയും കുഞ്ഞും തമ്മിലുള്ള ആ ഒരു റിലേഷൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് ഡിഫറെന്റ് ആണ്, മറ്റൊന്നിനും ഇതിന് പകരം വെക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ആ പെണ്ണും തന്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് അത്രയും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. എന്നാൽ ആ കുഞ്ഞിന്റെ മുഖം പോലും കാണാൻ കഴിയാതെ അവൾ മരണപ്പെട്ടു പോയി. അതുകൊണ്ടാണ് ഇത്രയും വർഷമായിട്ടും അവളുടെ ആത്മാവിന് മോക്ഷം കിട്ടാതെ ഇവിടെ കിടന്ന് അലഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ രാത്രി മുഴുവനും അവൾ അതങ്ങനെ ആലോചിച്ച് കിടക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ തന്നെ ഓണ്ടു ചാടി എഴുന്നേൽക്കുകയാണ്. എപ്പോഴത്തെയും പോലെ തന്നെ എവിടെയെങ്കിലും വല്ല ബെറ്റിംഗ് നടക്കുന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് പോകാനായിട്ട്. ഈ നേരത്ത് ആ പ്രേതം വന്ന് ചോദിക്കുകയാണ്, ഓണ്ടു ഒന്ന് എന്നെ സഹായിക്കടാ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, എന്റെ മോളെ കാണാതിരിക്കാൻ പറ്റുന്നില്ല, എങ്ങനെങ്കിലും ഒന്ന് അവളെ കണ്ടുപിടിച്ചുക, ഞാൻ നിനക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു തരുന്നുണ്ട്, ദയവ് ചെയ്തിട്ട് അവളൊന്ന് കണ്ടുപിടിച്ചുകാടാ. ഈ പോണ്ട് പറയുന്നുണ്ട്, നീ മരിച്ചു പോയില്ലേ, ഈ പ്രേതത്തിന് എന്തിനാ ഈ മക്കളെയൊക്കെ കാണാൻ പോന്നെ, വെറുതെ ബാക്കിയുള്ളവരെ ശല്യപ്പെടുത്താനായിട്ട്. എന്നാൽ ആ പ്രേതാണെങ്കിൽ കാല് പിടിച്ച് കരയുന്നത് പോലെ അവനോട് പറയാണ്, ഒന്ന് സഹായിക്കടാന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അവസാനം കൊണ്ട് സമ്മതിക്കണം, വാ നമുക്ക് പോയി നോക്കാന്ന് പറഞ്ഞിട്ട് അവന്റെ ബൈക്ക് എടുത്ത് പോവാണ്. എന്നാൽ അവനിങ്ങനെ ബൈക്ക് എടുത്ത് പോകുന്ന അവന്റെ അച്ഛൻ കാണുന്നുണ്ട്. അവന്റെ പണി സാധനങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അല്ല ഡെയിലി രാവിലെ ഇവരിങ്ങനെ പോകുന്നുണ്ട്, പണി സാധനം ഇവിടെ ഉണ്ട്, ഇവൻ പണിക്കൊന്നും അല്ലേ പോകുന്നത് വിചാരിച്ചിട്ട് അവന്റെ അച്ഛൻ ചെറുതായിട്ട് അവനെ ഫോളോ ചെയ്യാൻ തുടങ്ങണം. ഇതേ നേരത്ത് ടൗണിലൂടെ പോകുന്ന സമയത്ത് നമ്മുടെ ബാബുജിയും ടീമും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ബാബുജി അപ്പൊ തന്നെ നമ്മുടെ ഓണ്ടുവിനെ കാണുന്നുണ്ട്. ദാ അവിടെ നിർത്തിക്കോ, വണ്ടി നിർത്തിക്കോ, ഇന്ന് കാശ് തന്നിട്ട് അല്ലാതെ നിന്നെ ഞാൻ വിട്ടില്ല എന്ന് പറയണം. എന്നാൽ നമ്മുടെ ഓണ്ടുവിന്റെ ആ ഒരു വരുത്ത് കണ്ടപ്പോൾ തന്നെ ബാബുജിക്ക് മനസ്സിലായി ഇവൻ വണ്ടി നിർത്താൻ പോകുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പൊ ഒരു പരിപാടി കാണിച്ചു തരാൻ പറഞ്ഞിട്ട് ബാബുജി 2 കൂട്ടുകാരുണ്ടല്ലോ ഇവന്മാരുടെ കൈയും പിടിച്ച് ആ റോഡ് അങ്ങനെ മറിച്ച് നിൽക്കുകയാണ്. ഓണ്ടു ഒന്നും നോക്കിയില്ല, ബൈക്ക് കൊണ്ടുവന്ന് ഒരൊറ്റ കയറ്റിലാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് ഈ വണ്ടിയുടെ ആ ഒരു മഡ്ഗാർഡ് ഉണ്ടല്ലോ അതിന്റെ മുകളിൽ ഇരുന്ന് പോകുന്ന ബാബുജിയാണ്. ഇപ്പൊ ബാബുജി അവനോട് പറയാണ്, പൊന്നു മോനെ കാശിന്റെ കാര്യം നമുക്ക് പിന്നെ സംസാരിക്കാടാ, ഇപ്പൊ തൽക്കാലം മോനൊന്ന് വണ്ടി നിർത്തി
അണ്ണന്റെ ഡിക്കി ചൂടായി തുടങ്ങി. മോനെ ഒന്ന് നിർത്തടാ. ഇപ്പൊ കൊണ്ട് പറയണ ഇല്ലടാ, കുറെ ദിവസമായി നീ എനിക്കിട്ട് ചൊറിയാൻ തുടങ്ങിയിട്ട്. ഇതും പറഞ്ഞ് വണ്ടി ഓടിച്ചു കൊണ്ടുവന്നിട്ട് ഒരൊറ്റ ബ്രേക്ക് പിടിക്കലാണ്. തൊട്ടപ്പുറത്തൊരു ചളിക്കൊണ്ടുണ്ടായിരുന്നു. ഇയാൾ നേരെ പോയിട്ട് ആ ചളിയിൽ വീഴാണ്. ഇയാൾ ഉറക്കനെ കിടന്ന് അലറി വിളിക്കാൻ തുടങ്ങി. ഡാ എന്നെങ്കിലും എന്റെ കയ്യിൽ നിന്നെ കിട്ടുവടാ. നീ ഇയാൾക്കാണെങ്കിൽ ആ ചളിയിൽ നിന്ന് എണീക്കാനും പറ്റുന്നില്ല. ഇതൊരു മാതിരി മറ്റേ പരിപാടിയായി പോയി. തടിയും കേടായി കാശും പോയി. എന്തായാലും ഈ സമയത്താണ് അവന്റെ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നത്. അച്ഛനാകെ ഞെട്ടിപ്പോയി. പൊന്നു മോനെ, ഞാൻ ഇത്രയും നാളും വിചാരിച്ചത് ഈ ബെറ്റിംഗ് മാത്രമേ നിനക്കുള്ളൂ എന്നാ. ഇപ്പോ അടിയും അലമ്പും തുടങ്ങിയല്ലേ. ഈ സമയത്ത് കൊണ്ട് പറയണ അച്ഛ അങ്ങനെയൊന്നുമല്ല, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. എനിക്ക് സഹായത്തിനായിട്ട് ഇപ്പൊ ഒരു പ്രേതമുണ്ട്. ആ പ്രേതം ഉള്ളത് കൊണ്ടാണ് ഞാൻ പോയിട്ട് ഇങ്ങനെ ബെറ്റ് വെക്കുന്നത്. ആദ്യം അവന്റെ അച്ഛൻ വിശ്വസിച്ചില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ അച്ഛനെയും കൂട്ടി ബെറ്റിംഗ് നടക്കുന്ന സ്ഥലത്തേക്കാവും പോവാണ്. അച്ഛൻ നോക്കിക്കോ, ഞാനിപ്പോ പറയുന്നത് പോലെ തന്നെ കറക്റ്റ് ആയിട്ട് നടക്കും. കാരണം ആ പ്രേതനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇവിടെ തന്നെ ഉണ്ട്. സോ അവിടുത്തെ ആ ഒരു ബെറ്റിംഗ് എല്ലാം നടക്കാൻ പോവാണ്. ഇപ്പോ നമ്മൾ ഓണ്ടു പ്രേതം പറഞ്ഞതുപോലെ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. ഇതേ നേരത്താണ് ഈ ബെറ്റിങ്ങും ഈ സ്ഥലമൊക്കെ കൺട്രോൾ ചെയ്യുന്ന ബോസ് അങ്ങോട്ടേക്ക് വരുന്നത്. ബോസിന്റെ കൂടെ ഒരു പെണ്ണുണ്ട് കേട്ടോ. സോ ഇവരെ കണ്ടപാട് തന്നെ അവിടെയുള്ള ആൾക്കാരൊക്കെ ഭയങ്കര റെസ്പെക്റ്റിൽ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. അയാൾക്ക് വഴി കൊടുക്കുകയാണ്. ഇയാൾ ഇപ്പോൾ അവിടെ വന്നിരിക്കുന്നുണ്ട്. എന്നാൽ അവിടെ വന്നിരുന്ന ആ ഒരു ബോസിനെ കണ്ട് നമ്മുടെ പ്രേതത്തിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. അതുകൊണ്ട് തന്നെ അവള് നേരെ പോയിട്ട് ആ ബോസിനിട്ട് അടിക്കാൻ നോക്കുകയാണ് കേട്ടോ. പക്ഷെ പ്രേതല്ലേ, അവളുടെ കൈ അതിലൊന്നും പോയി തട്ടുന്നില്ല. അയാളുടെ മേത്ത് നല്ല ഒരു വസ്തുവിലും അവളുടെ കൈ തട്ടൂല. ഈ സമയത്താണ് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. അതായത് ഈ പെൺകുട്ടി ഒരു പയ്യനുമായിട്ട് റിലേഷനിലായിരുന്നു. അതായത് ഈ ഗ്യാങ്സ്റ്റർ തന്നെ, ഈ ബോസ് തന്നെ. കല്യാണമൊന്നും കഴിച്ചില്ല, പക്ഷേ അവള് പ്രഗ്നന്റ് ആയി. എന്നാൽ അവർ സ്കാനിങ്ങിലൂടെ ആ വയറ്റിലുള്ള കുഞ്ഞൊരു പെൺകുഞ്ഞാന്ന് അറിഞ്ഞ സമയത്ത് തന്നെ ആ ബോസ് പറയാണ്, പെൺകുഞ്ഞിനെ എനിക്ക് വളർത്താൻ കഴിയില്ല, ഒരാണാണെങ്കിൽ മാത്രം ഞാൻ നിന്നെ നോക്കുകയുള്ളൂ. അതുകൊണ്ട് കുറച്ച് കാശും അവിടെ വെച്ച് അവളെ ഉപേക്ഷിച്ച് പോയവനാണ് ഈ ഒരു ബോസ്. ആ ഒരു ദേഷ്യം കൊണ്ടാണ് ഇപ്പൊ ഇയാളോട് ഇങ്ങനെയൊക്കെ ഈ ഒരു പ്രേതം പെരുമാറുന്നത്. അതുകൊണ്ട് ഇപ്പൊ എന്താ സംഭവിച്ചത്, അവിടെ ബെറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹീറോ, അതായത് ഓണ്ടു വിചാരിച്ചതുപോലെ ഗെയിം നടക്കുന്നില്ല. അവൻ ആ ഒരു ബെറ്റിംഗിൽ തോക്കുകയാണ്. നല്ല പൈസ കയ്യിൽ നിന്ന് പോയി. ഇത് കണ്ടപ്പോ അച്ഛൻ പറയണം, നിനക്ക് എന്താ വട്ടാണോ, പ്രേതം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പോലും, എന്നിട്ട് എന്താ നീ ജയിക്കാത്തത്? ഇപ്പൊ തന്നെ എത്ര കാശ് പോയിന്ന് അറിയോ? അത്രയും കാശ് ഉണ്ടാക്കണമെങ്കിൽ ഞാൻ എത്ര ശവക്കുഴി ഒഴിക്കണം, എത്ര ദിവസം പണിയെടുക്കണം, എന്നെ കൊണ്ട് വയ്യ എന്റെ ദൈവമേ. ഇയാൾ തലയിലും കൈവച്ച് നിൽക്കുമ്പോൾ ഇപ്പൊ ഓണ്ടു പറയണ, അച്ഛാ ഇവിടെ ഒറ്റ വഴിയുള്ളൂ, ദാ ആ ബോസിനെ കണ്ടോ, അയാളുടെ കയ്യിലുള്ള കാശും തട്ടിപ്പറിച്ച് ഓടുക. ഇപ്പൊ ഓണ്ടു അച്ഛന്റെ കൈയും പിടിച്ചു. അതുപോലെ തന്നെ നേരെ ഓടിച്ചെന്ന് ബോസിന്റെ കയ്യിലുള്ള ആ ഒരു കാശും തട്ടിപ്പറിച്ച് ഓടുകയാണ് കേട്ടോ. അച്ഛാ പേടിക്കേണ്ട, വാ നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ അവന്റെ കയ്യിലുണ്ടായിരുന്നത് അവന്റെ അച്ഛനായിരുന്നില്ല. കാരണം പിടിച്ചത് മറ്റേതോ ഒരാളെയായിരുന്നു. അച്ഛൻ അവിടെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് വരാൻ പറ്റുമോ? അതുകൊണ്ട് തന്നെ തിരിച്ചു വന്ന് അച്ഛനെ രക്ഷപ്പെടുത്താമെന്ന് വിചാരിച്ചപ്പോഴേക്കും ബോസിന്റെ ആൾക്കാർ അവനെ പിടിക്കുകയാണ്. എല്ലാം കൂടെ വളഞ്ഞിട്ടടിക്കുകയാണ്. ആ നേരത്ത് ഓടി വന്നിട്ട് അവന്റെ അച്ഛൻ പറയാണ്, നിങ്ങൾ ആരും എന്റെ മകനെ തല്ലല്ലേ, എങ്ങനെയെങ്കിലും നിങ്ങളുടെ കാശ് ഞാൻ തിരിച്ചു കൊണ്ടുതരും. അങ്ങനെ അവനെയും കൂട്ടി നേരെ വീട്ടിലേക്ക് പോവാണ്. അവന്റെ അച്ഛനും മതിയായി, അത്രയും മടുത്തുപോയി. ഓണ്ടുവിനോട് ദയനീയമായിട്ട് തന്നെ പറയുന്നുണ്ട്, എടാ മോനെ, നിനക്കറിയോ ഇത്രയും പൈസ ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ എത്ര ദിവസം ഞാൻ പണിയെടുക്കണം? ഈ സമയത്ത് ഓണ്ടു പറയണം, അച്ഛൻ ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് നേരെ ബാത്റൂമിലേക്ക് പോവാണ്. അതായത് ആ ഒരു ഡ്രഗ്സ് ഉപയോഗിക്കാൻ തന്നെ. ഇതെല്ലാം ഉപയോഗിച്ച് പുറത്തേക്ക് വന്ന സമയത്ത് ദാന്റെ പ്രേതം മുന്നിൽ നിൽക്കുന്നു. അവളങ്ങനെ തലയും താഴ്ത്തി നിൽക്കുകയാണ്. അവള് കാരണം ഈ ഒരു ബെറ്റിൽ തോറ്റുപോയല്ലോ. അപ്പൊ അവളെ കണ്ടപാട് ആ ഒരു ദേഷ്യത്തിൽ പറയാണ്, ഇനി എന്റെ മുന്നിൽ കണ്ടുപോകരുത്, ഇറങ്ങി പൊയ്ക്കൂന്ന് പറയാണ്. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന അച്ഛൻ വിചാരിക്കാണ് അച്ഛനോടാ ഇത് പറഞ്ഞെന്ന്. അപ്പൊ അച്ഛൻ പറയണ്, ആടാ എന്നോട് തന്നെ ഇത് പറ, ഇറങ്ങി പോടാ ഞാൻ. ഇപ്പൊ അച്ഛനോട് അവൻ പറയണ്, അച്ഛനോടല്ല അച്ഛ, ഇവിടെ ഒരു പ്രേതമുണ്ട്, അതിനോടാ പറഞ്ഞത്. ഇപ്പൊ അച്ഛൻ വിചാരിക്കണ, ഈ ചെക്കന് പ്രാന്തുവായോ, എന്തുവാ ഇത്? എന്തായാലും ഇവൻ എങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ട് അച്ഛൻ എവിടെയാണോ പണിക്ക് പോകുന്നത് അങ്ങോട്ടേക്ക് തന്നെ അവനെ കൊണ്ടുപോകാണ് കേട്ടോ. അവിടുത്തെ ജോലി എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം നല്ല കഠിനമായ ജോലിയായിരുന്നു. അവിടെ കുഴി തോണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഫുള്ള് പാറയാണ്. അതിന്റെ പുറമെ ഈ കൈയെല്ലാം മുറിയുന്ന രീതിയിലുള്ള ചെടികളും ഇതെല്ലാം കുത്തി വൃത്തിയാക്കുന്ന സമയത്ത് അച്ഛന്റെ കൈയൊക്കെ ഒരുപാട് മുറിയുന്നുണ്ട്. സോ അവനെ നോക്കാനായിട്ട് അവന്റെ അച്ഛൻ എത്ര കഷ്ടപ്പെടുന്നുണ്ട് എന്ന് അവന് നന്നായിട്ട് അവിടെ വെച്ച് തന്നെ മനസ്സിലായി കേട്ടോ. അപ്പൊ കൈ മുറിഞ്ഞപ്പോൾ ഞാൻ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറയണ, വേണ്ട ഞാൻ തന്നെ നോക്കിക്കോളാം എന്ന് പറയണം. അങ്ങനെ കുഴിയെല്ലാം റെഡിയായി. ഇനിയിപ്പോൾ ആ ഒരു ശവത്തിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം. അപ്പൊ ആ ഒരു പെട്ടി ചുമയ്ക്കുന്ന സമയത്ത് താഴെ ഒരു ആണി ഉണ്ടായിരുന്നു. അത് അവന്റെ അച്ഛന്റെ കാലിൽ തട്ടി തുളച്ച് കയറുന്നുണ്ട്. നന്നായിട്ട് വേദനിക്കുന്നുണ്ട്. പിടുത്തം വിടാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ കഷ്ടപ്പെട്ടാണ് നടക്കുന്നത്. അത് ഓണ്ടു കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ കുറച്ച് മുന്നോട്ടേക്ക് വന്നിട്ട് അച്ഛന് നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞ് ആ ഒരു മൃതദേഹം കഴുകുന്നതും പെട്ടി റെഡിയാക്കുന്നതും എല്ലാം അവന്റെ അച്ഛൻ തന്നെയാണ്. ഇതൊക്കെ കണ്ടു നിൽക്കുന്ന ഓണ്ടുവിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് അച്ഛൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് എന്ന്. ഇപ്പൊ ആ ഒരു പ്രേതവും അവന്റെ കൂടെ തന്നെയുണ്ട്. ഇപ്പൊ ആ ഒരു പ്രേതം പറയാണ്, ഓണ്ടു നിന്റെ അച്ഛൻ നന്നായിട്ട് കഷ്ടപ്പെടുന്നില്ലേ, കുറച്ച് കാശ് നമുക്ക് ഉണ്ടാക്കണ്ടേ, അതുകൊണ്ട് അവസാനമായിട്ട് നല്ലൊരു ജാക്ക് പോട്ട് ഞാൻ നിനക്ക് സെറ്റാക്കി തരാം, ഇത് ലാസ്റ്റ് ആണ്. പ്രേതം ഇങ്ങനെ പറഞ്ഞ സമയത്ത് ഓണ്ടുവിനും മനസ്സൊന്ന് പതറുകയാണ് കേട്ടോ. ഓക്കെ, അവസാനമായിട്ട് ഇവളുടെ കൂടെ ഒന്നുകൂടെ പോവാന്ന് പറഞ്ഞിട്ട് ഒരു വലിയ ബെറ്റിംഗ് നടക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് പോകണം. പ്രേതം കൂടെ ഉണ്ടാവുമല്ലോ എന്ന് കരുതിയിട്ട് നല്ലൊരു തുകയ്ക്ക് തന്നെ അവൻ അവിടെ വെച്ച് ആ ഒരു കോഴിപ്പോരിൽ ബെറ്റി വെക്കുന്നുണ്ട്. എന്നാൽ ഈ നേരത്താണ് പ്രേതം അവിടെ ഒരു സ്ത്രീയെ കാണുന്നത്. ആ സ്ത്രീ മറ്റാരുമല്ല, ഈ പ്രേതത്തിന്റെ ആന്റി ആയിരുന്നു. അവര് പോയപ്പോ അവരുടെ പിന്നാലെ പ്രേതം പോവാണ്. ഇപ്പൊ എന്താ അവിടെ സംഭവിച്ചത്? ഈ തവണയും ബെറ്റില് നമ്മുടെ ഓണ്ടു തോക്കുകയാണ്. നല്ല കാശ് കയ്യിൽ നിന്ന് പോയി, കൊടുക്കാൻ 10 പൈസ കയ്യിലുമില്ല. ബാബുജി അവിടെ ഉണ്ടായിരുന്നു. അയാൾക്കാണ് ആ ഒരു പൈസ കൊടുക്കേണ്ടത്. ബാബുജിയാണ് ഇതിന്റെ ഓണർ എന്ന് അറിഞ്ഞ സമയത്ത് തന്നെ നമ്മുടെ ഓണ്ടു ഓടുകയാണ്. പിന്നാലെ ബാബുജി ഉണ്ട്. ഒരു രക്ഷയില്ല. തെറ്റി നിൽക്കാന്നൊക്കെ പറയില്ല, ആ അവസ്ഥ. എന്തായാലും ഒരു രക്ഷയില്ലാതെ ഒരു പാലത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് എടുത്ത് ചാടുകയാണ്. എനിക്കതെല്ലാം മനസ്സിലാവുന്നത്, ഈ പോലീസും അതുപോലെ തന്നെ ഗുണ്ടകളൊക്കെ പിടിക്കാൻ വരുമ്പോൾ പാലത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് എടുത്ത് ചാടിയാൽ എങ്ങനെ
എങ്ങനെയാ രക്ഷപ്പെടുന്നത്? പണ്ട് മുതലേ സിനിമയിലുള്ള സീനുകളാണ്. എന്തെങ്കിലും ആവട്ടെ, കഥയിൽ ചോദ്യമില്ലല്ല. എന്തായാലും ഈ മൊട്ട ബാബുജിയും ഇയാളുടെ ആൾക്കാരും കൂടെ നേരെ പോകുന്നത് നമ്മുടെ ഓണ്ടുവിന്റെ അച്ഛന്റെ അടുത്തേക്കാണ്. ആ മനുഷ്യനാണെങ്കിൽ പണിയൊക്കെ എടുത്ത് ആകെ ക്ഷീണിച്ച് നിൽക്കുകയാണ്. ഇപ്പൊ ബാബുജി വന്നിട്ട് പറയണ, ഡാ ഈ മാസത്തെ ആ ഒരു പലിശ കിട്ടിയില്ല. ഇപ്പൊ എങ്ങനെയൊക്കെയോ അച്ഛൻ കയ്യിലുണ്ടായിരുന്ന മുഴുവനും പെറുക്കിയെടുത്ത് ഇയാൾക്ക് കൊടുക്കുകയാണ്. ഇപ്പൊ മുട്ടയിലും തട്ടിക്കൊണ്ട് ഇപ്പൊ ബാബുജി പറയണ, ഹാ എന്നോട് കളിച്ച് എങ്ങനെ ഇരിക്കും? നിന്റെ മകനുണ്ടല്ലോ എന്നെ കണ്ടൊന്ന് പേടിച്ചു ഓടിയതാ. ആ പാലത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വീണിട്ടുണ്ട്. ജീവനോടെ ബാക്കിയുണ്ടോ ഇല്ലയോ എന്നൊന്നും ഞങ്ങൾക്കറിയില്ല, വേണമെങ്കിൽ പോയി നോക്കിക്കോന്ന് പറയണ. ഇപ്പൊ ആ ഒരു മനുഷ്യന് പറ്റുന്നില്ല കേട്ടോ, നടക്കാൻ പോലും പറ്റുന്നില്ല. എങ്ങനെയൊക്കെയോ ഏന്തി വലിഞ്ഞ് നടന്ന് പാലത്തിന്റെ ചോട്ടിലേക്ക് പോയി നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താ? ഒരു മരത്തിന്റെ അടിയിലിരുന്ന് ഡ്രഗ്സ് അടിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഓണ്ടുവിനെ താങ്ങാൻ പറ്റുമോ? ഓൾറെഡി ഈ കാശിന്റെ കാര്യത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അവൻ. അതിന്റെ പുറമെ ഇതും കൂടെ. ആ മനുഷ്യൻ അങ്ങോട്ട് ഇല്ലാണ്ടായി പോകാൻ കേട്ടോ. പിന്നീട് ഓണ്ടുവിനെ എങ്ങനെയൊക്കെയോ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അവന്റെ രണ്ട് കാലിലും ചങ്ങലയിട്ട് മുറുക്കി ലോക്ക് ചെയ്യാണ്. ഇവൻ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല, നന്നാക്കി എടുക്കണം. ഉള്ളിൽ ഒരുപാട് വിഷമമുണ്ടെങ്കിലും മോനെ ആ റൂമിൽ കെട്ടിയിട്ട് വാതിൽ അടച്ചിടുകയാണ്. ഈ സമയത്ത് പ്രേതത്തിന്റെ ആന്റിയെ ഫോളോ ചെയ്തുകൊണ്ട് ഇപ്പൊ അവരുടെ വീട്ടിലേക്ക് വന്നല്ലോ. എന്നാൽ ആ സമയത്ത് ആ വീട്ടിന്റെ ഉള്ളിലേക്ക് കയറി നോക്കിയപ്പോൾ ഒരു കാര്യം കണ്ട് പ്രേതം ആകെ ഞെട്ടിപ്പോവാണ്. അതായത് ഈ പ്രേതത്തിന്റെ ഫോട്ടോയും അതുപോലെ തന്നെ ഒരു 5-6 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ രണ്ടും ഒരു സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. അതിനർത്ഥം ഫോട്ടോയിൽ കാണുന്ന രണ്ടുപേരും മരണപ്പെട്ടു എന്നാണ്. പ്രേതം ഓൾറെഡി മരിച്ചതാണ്. തൊട്ടടുത്തുള്ള ആ കുട്ടിയും മരിച്ചുപോയി. ഇത് കണ്ട് പ്രേതത്തിന് ആകെ സങ്കടാവുകയാണ്. ഇത്രയും നാൾ കാത്തിരുന്നത്, ഇത്രയും കഷ്ടപ്പെട്ട് ഇങ്ങനെ എല്ലാം ചെയ്തിട്ടും അവസാനം തന്നെ മോളെ കാണാൻ പറ്റിയില്ലല്ലോ, അവള് മരിച്ചു പോയല്ലോ. ഭയങ്കരമായിട്ട് സങ്കടാവുകയാണ് പ്രേതത്തിന്. ഇതേ നേരം തന്നെ ഓണ്ടു അവന്റെ കൈയും കാലും കെട്ടിയിട്ടിരിക്കുകയാണല്ലോ. അവൻ എഴുന്നേറ്റ് ബാത്റൂമിലൊന്നും പോകാൻ പറ്റുന്നില്ല. മാത്രമല്ല ആ ഒരു ഡ്രഗ്സ് അടിക്കായിട്ടാണെങ്കിൽ അവന് കിടന്ന് പ്രാന്ത് പിടിക്കുന്നുണ്ട്. അല്ലറി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതേ നേരം ആന്റി അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. എന്താ മോനെ, നിനക്ക് എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ പോണ്ട് പറയുന്നത്, ആന്റി എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് അഴിച്ചുവിടും, എനിക്കൊന്ന് ബാത്റൂമിൽ പോകണം, എത്ര നേരം ഞാൻ പിടിച്ചിരിക്കുന്നതെന്ന് അറിയോ? ഇപ്പൊ അവന്റെ ആ ഒരു സംസാരത്തിൽ വീണ് പോയ ആന്റി വന്നിട്ട് പറയണം, മോനെ ബാത്റൂമിലേക്ക് തന്നെ ആയിരിക്കും അല്ലേ? ആ ആന്റി ഒന്ന് തുറന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവസാനം ആന്റി വന്ന് തുറന്നു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു ചങ്ങലയുടെ പൂട്ട് തുറന്ന പാടി ഇവൻ ബാത്റൂമിലേക്ക് എഴഞ്ഞു ഓട്ടിപ്പോയിട്ട് ആദ്യം ചെയ്യുന്ന പരിപാടി ആ ഒരു ഫ്ലഷിന്റെ ഉള്ളിൽ നിന്നും സിറിഞ്ച് എടുത്ത് ശരീരത്തിൽ കുത്തി വെക്കുകയാണ്. അപ്പൊ എന്തോ ഒരു സംശയം തോന്നി ആന്റി അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട്. ആന്റി ഇത് കണ്ട് ആകെ ഞെട്ടിപ്പോണ്. അതായത് മരുന്ന് കുത്തിവെക്കാനായിരുന്നല്ലേ ഇവൻ ഇത്രയും അലമ്പ് കളിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും മരുന്നുള്ളിലേക്ക് കയറിയപ്പോൾ ഒരു പ്രാന്തനെ പോലെ പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ്. പുറത്ത് അവന്റെ അച്ഛനുണ്ടായിരുന്നു. പിടിച്ചു വെക്കാൻ നോക്കിയെങ്കിലും അയാളെയും തള്ളി മാറ്റി അവൻ ഓടുകയാണ്. സത്യം പറയാ മനുഷ്യൻ അങ്ങോട്ട് തകർന്നില്ലാതായി പോയി എന്ന് പറയാലോ. ഇതിനുശേഷം ഓടിച്ചെന്നിരിക്കുന്നത് അവന്റെ അമ്മയുടെ കല്ലറയിലാണ്. അവിടുന്ന് കുറെ നേരം കരഞ്ഞു. എന്തിനാണ് അമ്മേ എന്നെ വിട്ടിട്ട് പോയത്? എന്തിനാണ് എനിക്ക് ഇങ്ങനെ ഒരു ലൈഫ് തന്നത്? ഞാൻ ഒറ്റയ്ക്ക് അവിടെ, എനിക്ക് ഇവിടെ ജീവിക്കേണ്ട, എന്നെയും കൂടെ അങ്ങോട്ടേക്കൊന്ന് വിളിക്കുക അമ്മ എന്ന് പറഞ്ഞിട്ട് അവൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ നേരത്താണ് പ്രേതം അങ്ങോട്ടേക്ക് വരുന്നത്. പ്രേതത്തിനെ കണ്ടപാട് തന്നെ നമ്മുടെ ഓണ്ടുവിന് ദേഷ്യം വരികയാണ്. ഇങ്ങോട്ടേക്ക് വന്നു പോരുത്, ഇനി എന്റെ മുന്നിലേക്ക് വന്നു പോരുത്, നീ തിരിച്ചു പോയിക്കോ, നീ എന്നെ സഹായിക്കാന്ന് പറഞ്ഞ് അവസാനം നീ എന്നെ ചതിച്ചു. ഞാനിപ്പോ വലിയ കടക്കാരനാ, എത്ര പണിയെടുത്താലും തീരാത്ത അത്രയും വലിയ കടക്കാരനാ ഞാനിപ്പോ. ഈ നേരത്തെ കരഞ്ഞുകൊണ്ട് തന്നെ പ്രേതൻ ഓണ്ടുവിന്റെ അടുത്തേക്ക് വരാൻ നിൽക്കുമ്പോൾ അതിനെ അടിക്കാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ ഒന്നും നടക്കില്ലല്ലോ, പ്രേതമല്ലേ. ഒരു കാരണവശാലും നീ എന്റെ മുന്നിലേക്ക് വരണം, എനിക്ക് നിന്റെ സഹായം വേണ്ട, ഒന്നും വേണ്ട, നീ പോന്ന് പറഞ്ഞിട്ട് അവളെങ്ങനെ ആട്ടി ഓടിക്കുകയാണ്. ഈ നേരത്താണ് പ്രേതം പറയുന്നത്, എടാ അവസാനമായിട്ട് നിന്റെ അമ്മയെ കാണാൻ നിനക്കൊരു ആഗ്രഹം ഉണ്ടാവില്ലേ? അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ നീ ചെയ്യില്ലേ? അതുപോലെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നടാ എന്റെ കുഞ്ഞിനൊന്ന് കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ അങ്ങോട്ടേക്ക് ചെന്നപ്പോൾ കണ്ടു, എന്റെ മോളെ ഞാൻ കണ്ടു, പക്ഷെ അവള് മരിച്ചു പോയടാ, എനിക്ക് അവളെ ജീവനോടെ കാണാൻ പറ്റിയില്ലടാ. ഇത് പറഞ്ഞിട്ട് ആ ഒരു പ്രേതം വല്ലാണ്ട് കിടന്ന് കരയാണ്. ഇത് കേട്ടപ്പോൾ നമ്മുടെ ഈ ഓണ്ടും കരഞ്ഞു പോവാണ്. ചില ലൈഫ് അങ്ങനെയാണ്, ദുരന്തം മാത്രമുള്ള കുറെ ലൈഫ്. എന്തായാലും ആ ഒരു പ്രേതത്തിന്റെ സങ്കടം കണ്ട സമയത്ത് ഓണ്ട് പറയാണ്, ശരി വാ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം, നിന്റെ മകൾക്ക് എന്താ സംഭവിച്ചെന്ന് നമുക്കൊന്ന് ചോദിച്ചറിയാലോ. അങ്ങനെ ഇവര് നേരെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. എന്നാൽ അവിടെ എത്തിയപ്പോഴേക്കും ആ ആന്റി മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇന്നലെ രാത്രി എന്തോ അറ്റാക്കോ അങ്ങനെ എന്തോ വന്നിട്ട് മരണപ്പെട്ടതാണ്. സോ അവളുടെ മകൾക്ക് എന്താ സംഭവിച്ചെന്ന് ഇവർക്ക് അറിയാൻ പറ്റിയില്ല കേട്ടോ. നേരെ വീട്ടിന്റെ ഉള്ളിലേക്ക് പോവാണ്. ആന്റിയുടെ ഫോട്ടോ ഉണ്ട്, അതുപോലെ തന്നെ ഈ പ്രേതത്തിന്റെ ഫോട്ടോ ഉണ്ട്, പ്രേതത്തിന്റെ മകളുടെ ഫോട്ടോ ഉണ്ട്. 3 പേരും മരണപ്പെട്ട് കഴിഞ്ഞു. എന്തായാലും ഇതിനുശേഷം 2 പേരും ഒരു പുഴയുടെ വക്കത്ത് പോയിട്ടിരിക്കുകയാണ്. എന്നിട്ട് ആ ഒരു പ്രേതം പറയുന്നുണ്ട്, ഓണ്ടോ ഞാൻ എന്തായാലും പോവാടാ, ഇനിയിപ്പോ ഇവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ, എന്റെ മകളും പോയി, എന്റെ ആന്റിയും പോയി, അതുപോലെ ഓണ്ടു എന്നോട് ക്ഷമിക്കണം, ഞാൻ കാരണം നീ വലിയ കടക്കാരനായില്ലേ, എന്നോട് പൊറുക്കണം എന്ന് പറയണം. ഇപ്പൊ ഓണ്ടു പറയണത് അതൊന്നും കുഴപ്പമില്ലാന്ന്. ഇപ്പൊ പ്രേതം ചോദിക്കുന്നുണ്ട്, അല്ല ഓണ്ടു നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത്? നല്ലൊരു അച്ഛനില്ലേ, ആ മനുഷ്യൻ എത്രത്തോളം നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്ക് നല്ലോണം അറിയില്ലേ? അപ്പൊ നിനക്ക് പണിക്ക് പോയിക്കൂടെ, മര്യാദക്ക് ജീവിച്ചൂടെ എന്നൊക്കെ ചോദിക്കുകയാണ്. ഇപ്പൊ ഓണ്ടു നിഷ്കളങ്കമായിട്ട് ചിരിച്ചുകൊണ്ട് ആ ഒരു പ്രേതത്തിനോട് പറയാണ്, എടോ ഞാൻ അങ്ങനെ ഒരു മടിയനൊന്നുമല്ലടോ, കഷ്ടപ്പെടാനോ പണിയെടുക്കാനോ ഒന്നും എനിക്ക് യാതൊരു മടിയില്ല. കുറച്ച് നാളുകൾക്ക് മുന്നേ ഞാൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, നന്നായിട്ട് അധ്വാനിക്കുകയായിരുന്നു, ഒരുപാട് കാശുണ്ടാക്കുമായിരുന്നു, അച്ഛനെ നന്നായിട്ട് സഹായിക്കുമായിരുന്നു. പക്ഷേ ഒരു ദിവസം എന്തോ ഒന്ന് പറയാൻ വന്നു, അത് പറയുന്നുണ്ട്, പക്ഷെ അത് എന്താണെന്ന് നമ്മൾ കാണിക്കുന്നില്ല. എന്തായാലും കുറെ നേരം കഴിഞ്ഞു. രാത്രിയിൽ ഈ പ്രേതവും അതുപോലെ തന്നെ ഓണ്ടുവും വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലേക്ക് വന്ന സമയത്ത് അച്ഛനെ കണ്ട പാട് തന്നെ ഓണ്ടുവിന് ഭയങ്കരമായിട്ട് സങ്കടാവുകയാണ്. ഓടിച്ചെന്ന് പിന്നിൽ നിന്ന് കെട്ടിപ്പിടിച്ച് അച്ഛനോട് ക്ഷമ ചോദിക്കുകയാണ്. അച്ഛ ഞാൻ മാറിക്കോളാം അച്ഛ. എന്നാൽ വളരെ സ്നേഹത്തോടെ അവൻ പറഞ്ഞെങ്കിലും ആ മനുഷ്യൻ താങ്ങാവുന്നതിലും അപ്പുറം സഹിക്കാവുന്നതിലും അപ്പുറം സഹിച്ചു നിൽക്കായിരുന്നു. അതുകൊണ്ട് ദേഷ്യം താങ്ങാൻ കഴിഞ്ഞാൽ അവിടെ തന്നെ ഒരു വടി ഉണ്ടായിരുന്നു, അത് വെച്ച് ഒരുപാട് തവണ അവനെ തല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഈ നേരത്തെ ആ ഒരു പ്രേതം ഉറക്കനെ വിളിച്ച് പറയുന്നുണ്ട്, ഓണ്ടു
നുണ പറയല്ലേ, അച്ഛനോട് സത്യം പറ, എന്താ ശരിക്കും ഇവിടെ സംഭവിക്കുന്നതെന്ന് സത്യം പറയടാന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഓണ്ടു ഒന്നും പറയുന്നില്ല, മിണ്ടാതെ ഇരുന്ന് അടി മുഴുവനും കൊണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ വെച്ചാണ് ആ കാര്യം നമ്മളെ കാണിക്കുന്നത്. അതായത് ഓണ്ടു ആ ഒരു പ്രേതത്തിനോട് ഒരു കാര്യം പറഞ്ഞായിരുന്നു, അവന് പണിയെടുക്കാനോ അല്ലെങ്കിൽ പണിക്ക് പോകാനോ യാതൊരു മടിയില്ല. കുറച്ച് മാസങ്ങൾക്ക് മുന്നേ പണിയെടുത്തോണ്ടിരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ടയേർഡായിട്ട് ഒരു സ്ഥലത്ത് ഇരുന്നു പോയി, ഭയങ്കര തലവേദന. പിന്നീട് ആശുപത്രിയിൽ പോയിട്ട് ചെക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലായത് തലയിൽ ട്യൂമർ ഉണ്ടായിരുന്നു, അവന് ക്യാൻസർ ആണ്. എന്നാൽ ഈ കാര്യം ഒരു കാരണവശാലും അച്ഛനോട് പറയാൻ പറ്റില്ല, എന്തായാലും അവൻ മരിക്കും. അപ്പോൾ അച്ഛനുള്ള കാശ് മുഴുവൻ ചെലവാക്കി അവനെ ട്രീറ്റ് ചെയ്യുകയും ചെയ്യും. അച്ഛൻ ഒരുപാട് കഷ്ടപ്പെടും. അതുകൊണ്ട് അച്ഛൻ എനിക്ക് വേണ്ടി കാശ് ചെലവഴിക്കരുത്, ഈ കാര്യം അച്ഛൻ അറിയാൻ പാടില്ല. അതുപോലെ തന്നെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ അച്ഛന് ജീവിക്കണ്ടേ, ജീവിക്കണമെങ്കിൽ കാശ് വേണ്ടേ? അച്ഛൻ കഷ്ടപ്പെടുന്നത് എനിക്ക് കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എളുപ്പത്തിൽ പണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ബെറ്റിങ്ങിന് പോയത്, അല്ലാതെ എനിക്ക് സുഖത്തോടെ ജീവിക്കാനോ എനിക്ക് മാത്രമായിട്ട് സമ്പാദിക്കാനോ ഒന്നുമല്ല. എനിക്ക് ഈ കാശൊന്നും വേണ്ട, എന്റെ അച്ഛൻ സുഖത്തോടെ ജീവിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്. പക്ഷെ ഞാൻ വിചാരിച്ച പോലെ ഒന്നും നടന്നില്ല, എല്ലാം ദുരന്തമായിട്ട് മാറുകയാണ്. സോ ഈ കാര്യം ഓണ്ട് പ്രേതത്തിനോട് പറഞ്ഞായിരുന്നു. അപ്പൊ ഈ കാര്യമാണ് പ്രേതം അച്ഛനോട് ഇപ്പൊ പറയുന്നത്. അതായത് അവൻ യൂസ് ചെയ്യുന്ന ഇഞ്ചക്ഷൻ ഉണ്ടല്ലോ, അത് ഡ്രഗ്സ് അല്ല, പെയിൻ കില്ലർ ആണ്. തലയുടെ ഉള്ളിൽ നിന്ന് വേദന സഹിക്കാൻ പറ്റാതാകുമ്പോഴാണ് അവനത് യൂസ് ചെയ്യുന്നത്. അങ്ങനെ അവസാനം ഓണ്ടു അച്ഛന്റെ കയ്യിൽ നിന്ന് മാട്ടിക്കൊണ്ട് തലയിൽ നിന്നൊക്കെ ചോര വന്ന് ബോധം കെട്ടി താഴേക്ക് വീഴാണ്. അവസാനം അവൻ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അവിടെ എത്തിയപ്പോഴാണ് ഡോക്ടർമാർ വഴി ഓണ്ടുവിന്റെ അച്ഛനും അതുപോലെ തന്നെ ആന്റിയും ആ സത്യം മനസ്സിലാക്കുന്നത്. രണ്ടുപേരും തകർന്നു പോയി കേട്ടോ. തന്റെ മകൻ എന്തുകൊണ്ട് ഇങ്ങനെയായി, അവന്റെ ലക്ഷ്യം എന്തായിരുന്നു, ഇതെല്ലാം ആ ഒരു സമയത്ത് അവന്റെ അച്ഛൻ മനസ്സിലാക്കുകയാണ്. തന്റെ മോന് ആ ഒരു അസുഖം ഇല്ലാതിരുന്നെങ്കിൽ പഴയതുപോലെ തന്നെ അലമ്പ് കളിച്ച് നടന്നോട്ടെ, എന്നാലും കുഴപ്പമില്ലാന്ന് വരെ ആ മനുഷ്യൻ വിചാരിച്ചു പോവാണ്. കാരണം അവനോട് അത്ര ഇഷ്ടമാണ് ഈ മനുഷ്യൻ. ഇതിനുശേഷം കാണിക്കുന്നത് മറ്റേ ആ ഒരു ബോസ് ഉണ്ടല്ലോ, അയാളെയാണ്. അയാളുടെ കൂടെ എപ്പോഴും ഒരു പെണ്ണുണ്ടാവുമല്ലോ, ടീന. അവളിപ്പോ എന്തോ പ്രഗ്നന്റ് ആയിട്ടുണ്ട്. സോ ആ കാര്യം പറയാനായിട്ട് ബോസിന്റെ അടുത്തേക്ക് വന്നു. അപ്പൊ ബോസ് ചോദിക്കുന്നത് ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ? പെൺകുഞ്ഞാണെന്ന് പറഞ്ഞപ്പോൾ ടീനയോട് പറയണം, എന്നാ പിന്നെ നീ പോയിക്കോ, ഇച്ചിരി കാശ് എന്തെങ്കിലും ഞാൻ തരാമെന്ന് പറയണം. ആൺകുഞ്ഞാണെങ്കിൽ മാത്രമേ ഞാൻ വളർത്തുള്ളൂ എന്ന് പറയണം. ഇപ്പൊ ടീന പറയണം, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, എനിക്ക് നിങ്ങളുടെ കൂടെ ജീവിക്കണം എന്ന് പറയണം. അവസാനം ബോസ് എന്താ ചെയ്തെന്ന് അറിയോ? അവളുടെ മുടിയും പിടിച്ച് വലിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് ഒരറ്റ തള്ളലാണ്. ഈ സമയത്താണ് ഓണ്ടുവിന്റെ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നത്. വീടിന്റെ ആധാരം എടുത്താണ് വരുന്നത്. അതായത് കുറച്ച് കാശ് വേണം. സോ അതിവിടെ പണയം വെച്ച് കാശ് എടുക്കാനാണ്. അപ്പൊ ഈ ഒരു ബോസ് പറയുന്നുണ്ട്, കാശെല്ലാം തരാം, പക്ഷേ 18% മുകളിൽ പലിശ തരേണ്ടി വരും. ഒരു കാര്യം ഉറപ്പാണ്, അത്രയും കാശ് മേടിച്ച് ഇത്രയും പലിശ കൊടുത്ത് ഒരു കാരണവശാലും ഈ കടം വീട്ടാനായിട്ട് നമ്മുടെ അച്ഛന് കഴിയില്ല. എന്നാലും ഓണ്ടുവിനെ ചികിത്സിക്കാൻ വേണ്ടി ഇത് ചെയ്യല്ലാതെ വേറൊരു നിവൃത്തിയില്ല. എന്തായാലും ആ കാശുമായിട്ട് ഹോസ്പിറ്റലിൽ ചെന്ന് അവിടുത്തെ ബില്ലുകൾ അടക്കുന്നുണ്ട്, മരുന്നുകൾ മേടിക്കുന്നുണ്ട്. പിന്നീട് മകനെയും കൂട്ടി വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. വീട്ടിലേക്ക് വന്നതിന് ശേഷം ഒരു കൊച്ചുകുട്ടി ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള കൊച്ചു കുഞ്ഞുങ്ങളെ എങ്ങനെയാണോ നോക്കുക അതുപോലെ തന്നെ ഓണ്ടുവിന്റെ അച്ഛൻ അവനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കുളിക്കുന്ന സമയത്ത് പോയിട്ട് അവനെ ഹെൽപ്പ് ചെയ്യും. എന്തെങ്കിലും ടയർഡായിട്ട് എവിടെയെങ്കിലും ഇരിക്കുകയാണെങ്കിൽ ഓടിച്ചെന്ന് തല തടവി കൊടുക്കും. എന്താ പറയാ, ഒരു മനുഷ്യൻ ഭയങ്കരമായിട്ട് അവനെ കെയർ ചെയ്യാണ്. അതായത് അവന് അസുഖം ഉണ്ട് എന്നുള്ള കാര്യം അച്ഛൻ അറിഞ്ഞു എന്നുള്ള കാര്യം അച്ഛൻ അവനെ അറിയിക്കുന്നില്ല. പിന്നെ അവന് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുക, അവന്റെ കൂടെ കുറെ നേരം ഇരിക്കുക, പതിയെ അവന്റെ ശരീരത്തെല്ലാം തലോടുക. ചില സമയത്തൊക്കെ ഓണ്ടുവിന് വേദന വരും, അവൻ അച്ഛനോട് അത് പറയില്ല. ആ വേദന വരുന്ന സമയത്ത് അവന്റെ ബോധം തന്നെ പോകും കേട്ടോ, അത്രയും വേദനയാ. ഇത് കണ്ട് നിസ്സഹായനായിട്ട് ഓണ്ടുവിന്റെ അടുത്തിരുന്ന് കരയാൻ മാത്രമേ ആ ഒരു പാവം മനുഷ്യന് പറ്റുന്നുള്ളൂ. ഒരു ദിവസം നമ്മുടെ ഓണ്ടു അവന്റെ ടേബിളിൽ നോക്കിയപ്പോൾ അതിലൊരു ഗ്രീറ്റിംഗ് കാർഡ് പോലെ അവന്റെ അച്ഛനൊരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ഈ ലോകത്തിലെ ഏറ്റവും നല്ല മോനെ കിട്ടിയത് എനിക്കാണ്, ഞാനാണ് ഈ ലോകത്തിലെ ഏറ്റവും ലക്കിയസ്റ്റ് ആയിട്ടുള്ള ഫാദർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഗ്രീറ്റിംഗ് കാർഡ് പോലെ. ശരിയല്ലേ? കാരണം ഓണ്ടു സ്നേഹിക്കുന്നത് പോലെ മറ്റൊരാളും ഒരു അച്ഛനെ സ്നേഹിച്ചിട്ടുണ്ടാവും. ഇതെല്ലാം കണ്ട് കണ്ണ് കലങ്ങി ഓണ്ടു നേരെ പോകുന്നത് ആന്റിയുടെ അടുത്തേക്കാണ്. എന്നിട്ട് ആന്റിയോട് പറയാണ്, ഞാൻ പോയി കഴിഞ്ഞാൽ എന്റെ അച്ഛന്റെ കൂടെ നിങ്ങൾ ഉണ്ടാവില്ലേ, നിങ്ങൾ എന്റെ അച്ഛനെ നോക്കില്ലെന്ന് പറയണം. ഇപ്പൊ ആന്റിയുടെ കണ്ണുകൾ നിറഞ്ഞു പോവാണ് കേട്ടോ. പിന്നീട് കുറച്ച് ദിവസം ഉള്ള കാശ് കൊണ്ട് അച്ഛനും മോനും അടിച്ചു പൊളിച്ച് അങ്ങനെ ജീവിക്കുകയാണ് കേട്ടോ, വളരെ ഹാപ്പി ആയിട്ടുള്ള കുറച്ച് നാളുകൾ. എന്നാൽ പെട്ടെന്നാണ് ഇടുത്തിയ പോലെ ആ ഒരു കാര്യം സംഭവിക്കുന്നത്. കാശ് തിരിച്ചു കൊടുക്കാത്തതുകൊണ്ട് ബോസും അയാളുടെ ആൾക്കാരും കൂടി ഇങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോഴാണ് ഓണ്ടു പറയുന്നത്, ഈ വീട് ഇപ്പൊ പണയത്തിലാണ്, വലിയൊരു കാശിന്. ഇപ്പൊ ആ ഒരു ബോസിനെ കണ്ട പാടിന് ഇയാളുടെ കാല് പിടിച്ച് കരഞ്ഞുകൊണ്ട് തന്നെ അച്ഛൻ പറയണം, നിങ്ങൾ ഇപ്പൊ ഇവിടുന്ന് പോകണം, ഞാൻ എങ്ങനെയെങ്കിലും ആ ഒരു കാശ് അങ്ങോട്ടേ കൊണ്ടുതരാന്ന് പറയണം. ഇത് കേട്ട് ഓണ്ടു ഞെട്ടിത്തരിച്ചു പോകണം. കാരണം അച്ഛൻ ഒരിക്കലും വഴിയാധാരാവതിരിക്കാനാണ് ഇത്രയും കഷ്ടപ്പെട്ടത്. എന്നിട്ട് ഇപ്പൊ അച്ഛൻ എന്താ ചെയ്തത്, അവന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് വീട് പണയത്തിലാക്കിയിരിക്കുകയാണ്, അതും വലിയൊരു തുകയ്ക്ക്. ഇപ്പൊ ആ ഒരു കാശ് തരാമെന്ന് ബോസിനോട് ഓണ്ടും പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് അവിടെ വെച്ച് ഒന്നും തള്ളൊക്കെ ആവുന്നുണ്ട്. അവസാനം ബോസ് ഇപ്പോൾ അവന്റെ അച്ഛനെയും ഓണ്ടുവിനെയും പിടിച്ച് തല്ലുന്നുണ്ട്. തീരെ വയ്യാതെ കിടക്കുക, ഓണ്ടുവിന് തിരിച്ചൊന്നും ചെയ്യാൻ കഴിയില്ല. വേദനയും സഹിച്ച് നിലത്ത് കിടന്ന് പിടയല്ലാതെ മറ്റൊന്നും ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഒരു രക്ഷയില്ലാതെ എത്രയോ ദിവസം കഷ്ടപ്പെട്ട് കളിച്ചുണ്ടാക്കിയ ആ ഒരു കാശുണ്ടല്ലോ, അവനെ ആരും കാണാതെ അവിടെ ഒളിപ്പിച്ചു വെച്ചായിരുന്നു. അത് കൊണ്ടുവന്നിട്ട് ഇപ്പൊ ബോസിന് കൊടുക്കുകയാണ്. ഇതുകൊണ്ട് നിങ്ങൾ പോയിക്കോ, എന്റെ ആധാരം തരണം എന്ന് പറയാണ്. ഓ, നിന്റെ കയ്യിലപ്പോ കാശൊക്കെ ഉണ്ടല്ലേ എന്ന് പുച്ഛത്തോട് കൂടിയിട്ട് ബോസ് ചോദിക്കുകയാണ്. ഈ സമയത്താണ് അങ്ങോട്ടേക്ക് ബാബുജി വരുന്നത്. ആഹാ, അപ്പൊ നിന്റെ കയ്യിൽ കാശുണ്ടായിട്ട് എനിക്ക് തരാതിരുന്നതാണല്ലേ? ഇത് കേട്ടപ്പോ ബോസ് പറയുന്നത്, നിനക്കും തരാണ്ടോ, എന്നൊരു കാര്യം ചെയ്യും, ഇവരുടെ ആധാരം ഇപ്പൊ എന്റെ കയ്യിലുണ്ട്, അത് വെച്ച് നിനക്ക് എത്ര രൂപയാണോ വേണ്ടത് അത് നീ എടുക്ക്, ആ കാശ് പിന്നീട് ഇവരുടെ കയ്യിൽ നിന്ന് ഞാൻ മേടിച്ചോളാന്ന് പറയണം. അതായത് ആ രണ്ട് ചെറ്റകളും അവിടെ വെച്ച് ഈ വീട് എങ്ങനെ കൈക്കലാക്കാൻ നോക്കുകയാണ് കേട്ടോ. ദയനീയമായിട്ട് തന്നെ നമ്മുടെ
നമ്മുടെ ഓണ്ടു അവന്റെ അച്ഛൻ അവരവിടെ ഇരിക്കുകയാണ്. അവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ അവന്റെ അച്ഛൻ ഓണ്ടുവിനോട് ചോദിക്കുകയാണ്, നിനക്ക് എവിടുന്നാടാ ഇത്രയും കാശ്? ഇപ്പൊ അച്ഛനോട് ഓണ്ടു പറയണ്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾ നന്നായിട്ട് ജീവിക്കാൻ വേണ്ടി ഞാൻ എടുത്തു വെച്ച കാശാണത്. മുഴുവൻ പോയില്ലേ, ഇനി എന്റെ കയ്യിൽ ഒന്നുമില്ല, എനിക്കിനി സമാധാനത്തിലൊന്നും മരിക്കാൻ വരെ പറ്റില്ല അച്ഛ. ഇതേ നേരം തന്നെ ബോസിനെ കാണിക്കാണ്. അയാളുടെ വീട്ടിലേക്ക് ബാബുജിയും വന്നിട്ടുണ്ട്. ഈ രണ്ട് നാറികളും പ്ലാൻ ചെയ്യുന്ന എന്താ അറിയോ, എന്തായാലും അച്ഛനും മകനും ആ ഒരു കാശ് തിരിച്ചു തരാൻ പോകുന്നില്ല. ആ സ്ഥലം നമുക്ക് അവിടെ കിട്ടിക്കഴിഞ്ഞാണ്ടല്ലോ നല്ലൊരു പ്ലോട്ടാണ്, നമുക്കത് മറിച്ച് വിറ്റ് കഴിഞ്ഞാൽ നന്നായിട്ട് കാശ് ഉണ്ടാക്കാം. ഒരു വിഹിതം ഞാൻ നിനക്കും തരാടോ. സോ ബാബുജിയും ബോസും കൂടെ ചെറിയൊരു ഡീൽ ഉണ്ടാക്കുകയാണ്. ഇതേ നേരം തന്നെ നമ്മുടെ അച്ഛൻ വെറുതെ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്. അതായത് മോന്റെ കയ്യിൽ ഇത്രയും കാശ് വന്നിട്ടുണ്ടെങ്കിൽ അവൻ പറഞ്ഞത് സത്യമായിരിക്കും, അവനെ സഹായിക്കാനായിട്ട് ഒരു പ്രേതം ഉണ്ടാവും കൂടെ. എന്നാൽ പിന്നെ അവന്റെ ചികിത്സയ്ക്ക് അവന് പുറത്ത് കൊണ്ടുപോയി ട്രീറ്റ് ചെയ്യാനായിട്ട് നല്ലൊരു തുക ആ ഒരു പ്രേതത്തിന് വെച്ച് ഉണ്ടാക്കിയാലോ എന്ന് അവന്റെ അച്ഛൻ ഇങ്ങനെ ആലോചിക്കുകയാണ്. ഈ കാര്യം ചെന്ന് അവനോട് പറയുന്നുണ്ട്. അപ്പൊ അച്ഛനോട് അവൻ പറയണ, അച്ഛാ ഞാൻ വലിയൊരു ബെറ്റ് നടത്തിയാൽ അച്ഛനാണ് അതിന്റെ ആ ഒരു പ്രശ്നം, അച്ഛൻ എന്തെങ്കിലും സംഭവിക്കുന്നു പറയണം. അപ്പൊ അച്ഛൻ പറയണ, എടാ ഈ വയസ്സാം കാലത്ത് ഞാൻ ചത്താലും ഒരു കുഴപ്പമില്ല, നിന്നെ ട്രീറ്റ് ചെയ്യാനുള്ള കാശ് കിട്ടുമല്ലോ. ഇത് കേട്ട് പോണ്ട ഒരു ദേഷ്യം വരികയാണ്. നിങ്ങളൊന്ന് പോയ ചങ്ങായി അവിടെ നിന്ന് അവന് എഴുന്നേറ്റ് പോവാണ്. അതായത് രണ്ടുപേരും സ്നേഹിച്ച് മത്സരിക്കുകയാണ്. അച്ഛനാണെങ്കിൽ ഞാൻ മരിച്ചാലും കുഴപ്പമില്ല, മകന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റിന്റെ കാശ് കിട്ടണം. മകനാണെങ്കിൽ ഞാൻ ചത്താലും വേണ്ടില്ല, അച്ഛനെ ബലിയാടാക്കിക്കൊണ്ട് പൈസ ഉണ്ടാക്കണ്ടെന്നു. പിന്നീട് എന്ത് ചെയ്യണം എന്നറിയാതെ ആ ഒരു പുഴക്കരയിൽ പോയിട്ട് നമ്മുടെ ഓണ്ടു അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഇപ്പൊ ആ ഒരു പ്രേതം അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പൊ ആ ഒരു പ്രേതത്തിനോട് ഓണ്ടു ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. അതായത് എന്തെങ്കിലും ഒരു ലൂപ്പ് ഹോൾ ഉണ്ടാവുമോ, അതായത് ഞാൻ വലിയൊരു ബെറ്റ് വെച്ചു, അതിൽ നിന്നും എന്റെ അച്ഛനെ രക്ഷപ്പെടുത്താനായിട്ട് എന്തെങ്കിലും ഒരു വഴിയുണ്ടോ ചോദിക്കുമ്പോൾ പ്രേതം ഒരു വഴി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ തന്നെ ഓണ്ടു അച്ഛൻ്റെ അടുത്തേക്ക് ഓടിച്ചില്ലാണ്. അച്ഛാ നമുക്ക് ചെറിയൊരു പരിപാടിയുണ്ട്, കുറച്ച് റിസ്ക് ആണ്, എന്നാലും നമുക്കത് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ അവന്റെ അച്ഛൻ അത് സമ്മതിക്കുകയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും നേരെ ബെറ്റിംഗ് നടക്കുന്ന സ്ഥലത്തേക്ക് പോകണം. മറ്റേ ആ ഒരു ബോസും ഉണ്ട്, ബാബുജി ഉണ്ട്. സോ ഇത്തവണ ബെറ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ ഓണ്ട് പറയുന്നത് ചെറുതൊന്നുമല്ല, വലിയൊരു എമൗണ്ട്. ആ എമൗണ്ട് കേട്ട് എല്ലാവരും ഞെട്ടുന്നുണ്ട് കേട്ടോ. അപ്പൊ അത്രയൊന്നും പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ബോസിനോട് ഇപ്പൊ ഓണ്ട് പറയണു, ഓ നിങ്ങൾക്ക് അതിനുള്ള ത്രാണി ഇല്ലാതിരിക്കും അല്ലേ. അങ്ങനെ വെറുതെ അയാളിങ്ങനെ മൂച്ച് കയറ്റാണ്. അങ്ങനെ അവസാനം ബോസ് സമ്മതിക്കുകയാണ് കേട്ടോ. വലിയൊരു എമൗണ്ടിന് ബെറ്റ് നടക്കാൻ പോവാണ്. സോ അത്രയും വലിയ ബെറ്റ് നടക്കുന്ന സമയത്ത് അത് നമ്മുടെ ഓണ്ടുവിന് കിട്ടിക്കഴിഞ്ഞാൽ അവന്റെ അച്ഛൻ ഉറപ്പായിട്ട് മരണപ്പെട്ടു പോകും. സോ അതുമായി ബന്ധപ്പെട്ട ഒരു അപകടം ഇവിടെ നടക്കാൻ വേണ്ടി പോവാണ്. സോ അതെന്താണെന്നും ഈ പ്രേതം മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു അപകടം മുന്നിൽ കണ്ട് അതിൽ നിന്നും അവന് അച്ഛനെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അച്ഛനൊന്നും പറ്റൂല, അതുപോലെ തന്നെ കാശും കിട്ടും. ഇതേ നേരം ഈ സ്ഥലത്തേക്ക് മറ്റേ ഒരു ബോസിന്റെ കുറച്ച് മുന്നേ ഉണ്ടായിരുന്ന ആ ഒരു ഗേൾ ഫ്രണ്ട് അല്ലോ ടീന, കയ്യിൽ എന്തോ എടുത്തോണ്ട് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. ഇതേ നേരം തന്നെ കോഴിപ്പോര് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഓണ്ടിയോ ബെറ്റ് വെച്ചതുപോലെ തന്നെ വലിയൊരു തുകയ്ക്ക് അവൻ ഇതിൽ ജയിക്കുന്നുണ്ട്. തൊട്ടടുത്ത നിമിഷം തന്നെ മുകളിലുണ്ടായിരുന്ന ഷീറ്റ് ഇളകി അത് താഴേക്ക് വീഴുന്നുണ്ട്. അത് നേരെ അവന്റെ അച്ഛന്റെ തലയിലേക്കാണ് വരുന്നത്. ആ ഒരു പ്രേതം നേരത്തെ തന്നെ ഓണ്ടുവിനോട് പറഞ്ഞിരുന്നു ഇങ്ങനെയാ സംഭവിക്കാൻ പോകുന്നതെന്ന്. അതുകൊണ്ട് ആ സമയത്ത് തന്നെ ഓണ്ടു അവന്റെ അച്ഛനെ അവിടെ നിന്ന് മാറ്റുകയാണ്. അവന്റെ അച്ഛനെ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. എന്നാൽ ആ ഷീറ്റ് താഴേക്ക് വീണപ്പോൾ ചെറിയൊരു പീസ് മാത്രം പൊട്ടി അച്ഛന്റെ നേർക്ക് വരികയാണ്. എന്നാൽ അച്ഛനെ രക്ഷപ്പെടുത്താനായിട്ട് ഓണ്ടു നേരെ അതിന്റെ മുന്നിൽ വന്നു നിൽക്കുകയാണ്. അവന്റെ കഴുത്തിൽ തന്നെ ആ ഇരുമ്പിന്റെ കഷ്ണം കയറുന്നുണ്ട്. ഈ സമയത്ത് ആകെ അവിടെ അലമ്പായല്ലോ. ഈ നേരത്ത് ബോസിന്റെ ഗേൾഫ്രണ്ട് ആയിട്ടുള്ള ടീന വന്നിട്ട് ഇയാളുടെ മറ്റേ ആ ഒരു അസ്ഥാനത്ത് ആസിഡ് കൊണ്ടുവന്ന് ഒഴിക്കുകയാണ്. അവളുടെ കയ്യിൽ അതായിരുന്നേ. എന്തായാലും അയാളുടെ ഗോകർണത്തിൽ തൃശ്ശൂർ പൂരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അത് വെച്ച് ഇയാൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്തായാലും ഈ കാര്യം കണ്ടിട്ട് ഭയങ്കരമായിട്ട് സന്തോഷമായി കേട്ടോ. എന്നാൽ തൊട്ടപ്പുറത്ത് നമ്മുടെ അച്ഛനും ഉണ്ടുങ്ങും. അച്ഛൻ എന്താ ചെയ്യേണ്ടേ തിരിയുന്നില്ല. കഴുത്തിൽ വലിയ മുറിവുണ്ടായിട്ട് അതിലൂടെ രക്തം വന്നുകൊണ്ടിരിക്കുകയാണ്. ആരും ഹെൽപ്പ് ചെയ്യാനില്ല. പുറത്താണെങ്കിൽ നന്നായിട്ട് മഴയും പെയ്യുന്നുണ്ട്. ആ മഴയത്ത് മകനെയും തോളിൽ ഇരുത്തിക്കൊണ്ട് ദുർബലനായിട്ടുള്ള ആ ഒരു മനുഷ്യൻ ഹോസ്പിറ്റലിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ. അതിന്റെ കൂടെ തന്നെ ഇടിയും മിന്നലും. പെട്ടെന്നൊരു ഇടിമിന്നൽ അടിക്കുകയാണ്. പെട്ടെന്ന് ആയതുകൊണ്ട് തന്നെ അച്ഛനൊന്ന് ഞെട്ടി അച്ഛന്റെ കയ്യിൽ നിന്നും ഓണ്ട് വീണു പോവാണ്. എന്നാൽ ഈ സമയത്ത് ആ ഇടിമിന്നൽ അവിടെ അടിച്ച സമയത്ത് ആ പ്രേതത്തിന് അവന്റെ അച്ഛനും കാണാൻ കഴിഞ്ഞു. എന്നാൽ ആ പ്രേതത്തിനെ കണ്ട അവന്റെ അച്ഛൻ ഞെട്ടിപ്പോയി. നീയോ മോളെ, നീ എങ്ങനെയാണ് ഇവിടെ? ഇപ്പൊ പ്രേതവും ഞെട്ടിപ്പോണ്. അതായത് നമ്മുടെ ഓണ്ടുവിന്റെ അച്ഛന് അവളെ എങ്ങനെ അറിയാം? ഇവിടെയാണ് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. അതായത് 25 വർഷങ്ങൾക്ക് മുന്നേ ഈ പ്രേതം ഒരു പെണ്ണായിരിക്കുന്ന സമയത്ത് മരണപ്പെട്ടു പോയല്ലോ. അന്ന് അവളുടെ കുഞ്ഞ് അനാഥയാണ്, ആരും ഇല്ലായിരുന്നു ആ ഒരു കുഞ്ഞിന്. ആ സമയത്താണ് അവിടെ ജോലി ചെയ്തിരുന്ന, അതായത് ശ്മശാനത്തിൽ ജോലി ചെയ്തിരുന്ന ഓണ്ടുവിന്റെ അച്ഛൻ ആ ഒരു കുഞ്ഞിനെ കാണുന്നത്. ഓണ്ടുവിന്റെ അച്ഛനും അതുപോലെ തന്നെ അവരുടെ ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിനെ ഞങ്ങൾക്ക് തരൂ, ഞങ്ങൾ പൊന്നുപോലെ നോക്കിക്കോളാന്ന് പറഞ്ഞു. അങ്ങനെ ആ കുഞ്ഞിനെ ഓണ്ടുവിന്റെ അച്ഛൻ എടുത്ത് വളർത്തി. ആ കുഞ്ഞാണ് ഓണ്ടു. അതായത് ഈ പ്രേതത്തിന്റെ മകനാണ് ഓണ്ടു. ശരിക്കും പറഞ്ഞാൽ അവർക്ക് മകളല്ലായിരുന്നു. അന്നത്തെ ടെസ്റ്റിൽ എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റിയതാണ്. എന്തായാലും ഇവിടെ വെച്ച് ആ സത്യം മനസ്സിലായല്ലോ. അതായത് ഇത്രയും ദിവസം നമ്മുടെ ഓണ്ടുവിന്റെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു പ്രേതം അത് തന്നെയാണ് അവന്റെ അമ്മ. ക്ലൈമാക്സ് ഇത് എക്സ്പെക്ട് ചെയ്തെങ്കിലും നമ്മൾ വിചാരിക്കാതെ വേറെയും ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലേ ഈ കഥയിൽ അല്ലേ. എന്തായാലും ആ കാര്യം പ്രേതത്തിനോട് അച്ഛൻ പറയണം കേട്ടോ. തന്റെ കുഞ്ഞ് അപ്പൊ ഇതായിരുന്നില്ലേ തന്റെ കുഞ്ഞ്. അവന്റെ അവസാന നിമിഷത്തിലായാലും അവനെ നേരിട്ടൊന്ന് കാണാൻ കഴിഞ്ഞല്ലോ. അതുപോലെ ഓണ്ടുവിന് മനസ്സിലായി ഇത് അവന്റെ അമ്മയാണെന്ന്. ആ മരിക്കാൻ നേരത്തും അവന്റെ ഉള്ളിൽ ഒരു വല്ലാത്തൊരു സന്തോഷം തോന്നുകയാണ് കേട്ടോ. മരിക്കാൻ നേരത്ത് എനിക്ക് എന്റെ അമ്മയെ കാണാൻ പറ്റിയല്ലോ, സന്തോഷായി, വളരെ സന്തോഷായി. അമ്മയെ കണ്ട ആ ഒരു സന്തോഷത്തിൽ ചിരിച്ചുകൊണ്ട് തന്നെ അവരുടെ കയ്യിൽ കിടന്നുകൊണ്ട് നമ്മുടെ ഓണ്ടു മരണപ്പെടുകയാണ് കേട്ടോ. അതുപോലെ തന്നെ അവന്റെ അമ്മയ്ക്ക് സങ്കടമാവുന്നുണ്ടെങ്കിലും തന്റെ മകനൊന്ന് കാണാൻ പറ്റിയല്ലോ. എന്നാൽ ഇവിടെ ഏറ്റവും കൂടുതൽ തകർന്നു പോയത് നമ്മുടെ അച്ഛനായിരുന്നു. സ്വന്തം അല്ലാത്ത മകനെ ഈ ലോകത്തിൽ മറ്റാരും സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് ആ അച്ഛൻ സ്നേഹിച്ചു. അതിനെ
അതിനേക്കാൾ ഉപരിയായിട്ട് ആ മകൻ തിരിച്ചും സ്നേഹിച്ചു കേട്ടോ, അത് വേറെ കാര്യം. എന്തായാലും അവന് നഷ്ടമായി. ആ ദുഃഖം ഈ മനുഷ്യന് താങ്ങാൻ കഴിയുന്നില്ല. ഒരുപാട് വേദനയോട് കൂടിയിട്ട് കുറച്ച് ദിവസങ്ങൾ കടന്നു പോവാണ് കേട്ടോ. പിന്നീട് ഒരു ദിവസം ഒൻഡുവിന്റെ അച്ഛനൊരു പെട്ടി കിട്ടുന്നുണ്ട്. അതായത് ഓൻഡു മരണപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ ആ പെട്ടി അച്ഛന് കിട്ടുള്ളായിരുന്നു. ആ പെട്ടിയിൽ ഒരു കണ്ണാടി മാത്രമായിരുന്നു കേട്ടോ. അതിലേക്ക് നോക്കിയാൽ ഒരാളെ അച്ഛന് കാണാൻ പറ്റുന്ന ഓൻഡു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഈ ലോകത്തിൽ ഓൻഡു ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, ഓൻഡുവിന് ഏറ്റവും പ്രിയപ്പെട്ട ആളായിരിക്കും ആ ഒരു കണ്ണാടിയിൽ എന്ന് പറയാം. ഇത് കണ്ട സമയത്ത് അച്ഛന് വീണ്ടും സങ്കടമാവാണ്, സന്തോഷമാവാണ്. യെസ്, പറഞ്ഞതുപോലെ തന്നെ ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവാനായ അച്ഛൻ ഞാനാണ്. ഏറ്റവും നല്ല മകനെ കിട്ടിയത് എനിക്കാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതിൽ ചെറിയൊരു തിരുത്തുണ്ട് കേട്ടാ. ഈ ലോകത്തിലെ ഏറ്റവും പവിത്രമായ ബന്ധം അത് അമ്മയും കുഞ്ഞും തന്നെയാണ്. പക്ഷേ അധികം ആരും വാഴ്ത്തി പാടാത്ത, കവിതകൾ എഴുതാത്ത ഒരു ബന്ധമുണ്ട്, അച്ഛനും മക്കളും തമ്മിലുള്ള ബന്ധം. അവരങ്ങനെ പ്രകടിപ്പിക്കുകയൊന്നുമില്ല. പക്ഷേ ഉണ്ടല്ലോ, ചിലപ്പോൾ അമ്മയേക്കാൾ എത്രയോ ഉപരിയായിട്ട് നിങ്ങളെ സ്നേഹിക്കുന്നത് ചിലപ്പോൾ നിങ്ങളുടെ അച്ഛനായിരിക്കും. സോ ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് യുവർ ഫാദർ. എന്തായാലും കഥയുടെ തുടക്കത്തിൽ ചിരിപ്പിച്ച അവസാനം കരയിപ്പിച്ച നല്ലൊരു കഥയായിരുന്നല്ലേ. ഇതിന്റെ രണ്ടാം ഭാഗം ഇറങ്ങിയിട്ടുണ്ട്. അധികം വൈകാതെ ഞാൻ അതും പറയും കേട്ടോ. അപ്പൊ ഈ ഒരു കഥ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ പറയണേ ഇത് ഇഷ്ടമായി. എന്നാൽ ഇതുപോലെയുള്ള കഥകൾ ഇനിയും ഞാൻ കൊണ്ടുവരും. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.